ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ഡിസ്കസ് ചെയ്തുമൊക്കെ നമ്മുടെ ഒരു വെബിനാറിന്റെ ജേണി ഇങ്ങനെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും വളരെ സീരിയസ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹാൻഡ്ലിംഗ് സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻ അഡോളസൻസ് എന്നുള്ളതാണ്. നമുക്ക് അറിയാം, അഡോളസൻസ് പീരിയഡ് എന്ന് പറയുന്നത് പാരൻസിനും കുട്ടികൾക്കും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്ന ഒരു പീരിയഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ പല തെറ്റുകളിലേക്കും കുട്ടികൾ പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ വരുന്നത്. സോ ഇന്നത്തെ ഒരു സെഷനിൽ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതുപോലെ റീസൺസ് എന്തൊക്കെയാണ്, എങ്ങനെ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സ്നേഹ മാം. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലർ ആണ്. നമുക്കറിയാം, വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും മാം നടത്തി വരുന്നുണ്ട്. മാമിന്റെ തന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് എന്നുള്ള വർക്ക്ഷോപ്പിന്റെ 4th ബാച്ച് മറ്റന്നാൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കപ്പിൾ തെറാപ്പി, ഫോൺ അഡിഷൻ, ACT, MBC തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകൾ മാം നമുക്ക് വേണ്ടി നടത്തി വരുന്നു. അതോടൊപ്പം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളിലൂടെ എല്ലാ ആഴ്ചകളിലും വെബിനാറുകളും മാം നമുക്ക് നടത്തി വരുന്നുണ്ട്. സോ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷന് നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാം. ഒരിക്കൽ കൂട്ടി നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്നേഹ മാമിനെ ഏറെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത്. ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ് മാം, ഓഡിബിൾ ആണ്. കുറച്ചു പേരൊക്കെ എത്തിയിട്ടുണ്ട്. പരിചയമുള്ള ആളുകളുണ്ട്, പരിചയമില്ലാത്ത ആളുകളുണ്ട്. നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം പരിചയപ്പെടാൻ നിൽക്കാനുള്ള ഒരു സമയമില്ല. ഇടി മഴ ഒക്കെ ഉണ്ട്. എങ്ങാനും നെറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സെഷൻ ഫുള്ളാക്കാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ. ഞാനൊരു ടീച്ചറും കൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇടയിലൊക്കെ, കുട്ടികളുടെ ഇടയിലൊക്കെ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു അഡോളസൻസിലേക്ക് ഒരു മിനിറ്റ്. സോറി. അപ്പൊ നമ്മുടെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ അഡോളസന്റ് ഏജിലോട്ട് വരുമ്പോഴേക്കും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് എന്നുള്ളത് മാത്രമല്ല, ആൽക്കഹോൾ ഉണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അഡിക്റ്റ് ആയിട്ട് അത് അവരുടെ ലൈഫിനെ ബാധിക്കുക, പല പല പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ നോർമൽ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ എവിടെ എടുത്താലും ഇങ്ങനത്തെ കേസസ് വളരെ റെലവെന്റ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തരം കേസസ് വരുമ്പോൾ. പല ആൾക്കാരും എന്ത് ചെയ്യണം എന്നറിയില്ല, ഇതെങ്ങനെ മാനേജ് ചെയ്യും, എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇങ്ങനെ പോകുന്നത്, ഇതിനൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും ഈ അഡോളസൻസ് വളരെ വൾണറബിൾ ആയി മാറുന്നത്, ഈ ഒരു അഡിക്ഷനിലോട്ട് പെട്ടെന്ന് വൾണറബിൾ ആവുന്നത് എന്തുകൊണ്ടാണെന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതായത് നമ്മൾ ഇവിടെ ഒരു ലിംബിക് സിസ്റ്റം ആണ് കുറച്ചും കൂടെ വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത്. ലിംബിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ലിംബിക് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമോഷൻസ്, റിവാർഡ് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളാണ് ഒരു അഡോളസന്റ് ബ്രെയിനെ സംബന്ധിച്ച് ആദ്യം ഡെവലപ്പ് ചെയ്യുക. അതായത് ബ്രെയിനിന്റെ പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് അഡോളസന്റ് ഏജിൽ ഡെവലപ്മെന്റ് നടക്കുക ബ്രെയിനിന്റെ. നമ്മുടെ ലിംബിക് സിസ്റ്റം ആണ് ആദ്യം ഡെവലപ്പ് ആവുന്നത്. ലിംബിക് സിസ്റ്റം ഓരോ റിവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ ആക്റ്റീവ് ആവുന്ന സിസ്റ്റം ആണ് ലിംബിക് സിസ്റ്റം. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് പ്രീ ഫ്രന്റൽ കോർട്ടെക്സ് ബ്രെയിനിന്റെ. ഇതാണ് നമ്മളെ ഒരു കാര്യം ഇമ്പൾസ് കൺട്രോൾ കൊണ്ടുവരാനും ജഡ്ജ്മെന്റ് വരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ബ്രെയിനിന്റെ പാർട്ട് എന്ന് പറയുന്നത് പ്രീ ഫ്രന്റൽ കോർട്ടെക്സ് ആണ്. ഇത് പിന്നീടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ അഡോളസൻസിൽ എപ്പോഴും ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ടാവും.
എന്ത് വരുമ്പോഴും ഇമ്പൾസീവ് ആയിട്ട് തീരുമാനം എടുക്കുക, പെട്ടെന്ന് ചാടിക്കയറുക, അതിന്റെ കോൺസിക്വൻസസ് ആലോചിക്കാതെ പെരുമാറുക, ഇങ്ങനത്തെ പല ബിഹേവിയേഴ്സും നമുക്കൊരു അഡോളസെൻസിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരൊരു സബ്സ്റ്റൻസ് യൂസിലോട്ടും കൂടി പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോപ്പമിൻ പാത്വേനെ അഫക്ട് ചെയ്യും. ഡോപ്പമിൻ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഒരു കാമാക്കി വെക്കുന്ന, അല്ലെ, നമ്മളൊരു ഹാപ്പി ആക്കി വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർ ഹോർമോൺ ആണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. അപ്പൊ ഇത്തരം സബ്സ്റ്റൻസസ് ഡോപ്പമിനെ ആക്റ്റീവ് ആക്കും. ഡോപ്പമിൻ ആക്റ്റീവ് ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, നല്ലൊരു ഹാപ്പി ഇമോഷൻ, നല്ലൊരു കാമായിട്ടുള്ള ഇമോഷൻസ് വരും. ഒരു റിവാർഡ് എഫക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇത് റിപ്പീറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം ഒന്ന് സ്മോക്ക് ചെയ്തു, ഉള്ളിൽ ഡോപ്പമിൻ ഒന്ന് ആക്റ്റീവ് ആയി, ഒരു റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ആവും, നമ്മുടെ ലിംബിക് സിസ്റ്റം ആക്റ്റീവ് ആവും. അപ്പൊ ഇവർക്ക് നല്ലൊരു റിവാർഡ് കിട്ടാൻ, സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ആരെങ്കിലും വേണ്ടാന്ന് വെക്കോ? ഇല്ല. ഇവരിത് റിപ്പീറ്റ് ചെയ്യും. പതിയെ പതിയെ ആ ബ്രെയിൻ്റെ സിസ്റ്റം അതിനായിട്ട് അഡാപ്റ്റബിൾ ആവുന്നതാണ്. ആദ്യം ഒരു ചെറിയൊരു റിവാർഡ് സിസ്റ്റം, ഒരു സന്തോഷം, നമ്മളൊരു കിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും നിർത്താൻ പറ്റാതെ ഒരു ലോങ് ടേം അഡിക്ഷനിലോട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഇതിന് അവര് നേരിട്ട് കാരണമാണോ ചോദിച്ചാൽ അല്ല. അവരുടെ ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ സൈഡും കൂടെ ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിയർ പ്രഷർ ഒക്കെ വേറൊരു സൈഡ്, പക്ഷെ ഇതിലേക്ക് ഈ ഒരു ബയോളജിക്കൽ സൈഡ് ഉണ്ട്. അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി അവിടെ പ്രോപ്പർ ആയിട്ടില്ല. ഇമ്പൾസീവ് ആക്ഷൻസ് കൂടുതലായിരിക്കും, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുതലായിരിക്കും. അപ്പൊ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതാവുകയും ഇവർ ഇത് യൂസ് ചെയ്ത് തുടങ്ങുകയും ചെയ്താൽ ഇവരുടെ ഡോപ്പമിൻ ആക്റ്റീവ് ആവും. ഡോപ്പമിൻ ആ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നത് കൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെയാണ് അതിന്റെ ഒരു ബയോളജിക്കൽ സൈഡ് വരുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുക അഡോളസെൻസിലാണ്. അഡൾട്ട്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അഡൾട്ട്സ് ആണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക, സബ്സ്റ്റൻസ് യൂസ് അല്ല. പക്ഷെ അഡോളസെന്റ് ഏജിലോട്ട് ഇത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവർ അഡിക്റ്റ് ആവും. അഡൾട്ട്സിന്റെ ബ്രെയിൻ കുറച്ചും കൂടി എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയി. അവിടെ എത്തുമ്പോഴേക്കും ഇമ്പൾസീവ് തിങ്കിങ് ഒന്ന് കൺട്രോൾഡ് ആവും. നമ്മൾ കോൺസിക്വൻസസ് ചിന്തിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഒക്കെ അഡൾട്ട്സിൽ കുറവാണ്. അത് കമ്പാരിറ്റീവ്ലി കൂടുതൽ അഡോളസെൻസിൽ ആയതുകൊണ്ട് തന്നെ അവരിലേക്ക് ഈ സബ്സ്റ്റൻസ് യൂസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രസ് വളരെ ഹൈ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇത് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അഡോളസെൻസിലോട്ട് വരുമ്പോഴേക്കും ഇത് യൂസ് പല രീതിയിലാണ്. ഒന്ന് എക്സ്പെരിമെന്റൽ യൂസ് ആണ്. നമ്മൾ പറയില്ലേ, ഇപ്പൊ പല പിള്ളേരും, ഞാൻ മുന്നേ പഠിപ്പിക്കുന്നത് 8ൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്നും ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരാറ്. എനിക്ക് ട്യൂഷൻ സെന്റർ ആണ്. ഞാൻ വേറെ 5 years ആയിട്ട് ട്യൂഷൻ സെന്റർ നടത്തുന്നത്. അപ്പൊ ഇവിടേക്ക് ഈവൻ ലേറ്റ് ആയി വരാൻ തുടങ്ങിയപ്പോ ഇതിങ്ങനെ അന്വേഷിച്ചു. അപ്പൊ ഒരിക്കൽ ഇവരെ പാരന്റ് തന്നെ കണ്ടുപിടിച്ചു, ഇവൻ ഇവിടെ ഗ്രൗണ്ടിന്റെ അവിടെ നിന്നിട്ട് പിള്ളേരെ കൂടെ സിഗരറ്റ് വലിക്കുകയാണ്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇപ്പോഴും നല്ല കേട്ടോ. ഇപ്പൊ അവൻ +2 എല്ലാം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ അവൻ ഇത് തുടങ്ങിയിട്ടുണ്ട്. അവനെ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? അത് ഇങ്ങനെ എല്ലാവരും ഇൻഫ്ലുവൻസ് പറഞ്ഞ്, പിള്ളേരൊക്കെ പറഞ്ഞ് കളിയാക്കി, നീ എന്താണ് ഇത്രയും വലുതായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവര് ഫോഴ്സ് ചെയ്തപ്പോ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് വലിച്ചതാണ്. അങ്ങനെ 3-4 ദിവസമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഇവർ സ്കിപ്പാവുണ്ട്. അടുപ്പിച്ച് ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വീട്ടിൽ അറിയിക്കുന്നത്. വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ സമയത്തൊക്കെ ഇറങ്ങുന്നുണ്ട്, അപ്പൊ കൃത്യം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അപ്പോഴാണ് വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ട്. അവര് പതുക്കെ ഇതിന് പുറകെ വന്നു, സംഭവം കണ്ടുപിടിച്ചു. കാരണം നടന്നു വരുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അവര് കണ്ടുപിടിച്ചു ഇതാണ്. എക്സ്പെരിമെന്റൽ യൂസ് ആണ്. എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇവരിത് ട്രൈ ചെയ്യും. ആൽക്കഹോൾ സെയിം കാര്യമാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതേപോലെ മറ്റെന്ത് ഡ്രഗ്സ് ആയിക്കോട്ടെ, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലാണ്? ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കയറി വരുമ്പോൾ ഇത് വരും എന്നുള്ളതാണ്. പിന്നെ ചിലർക്ക് സോഷ്യൽ യൂസ് ഉണ്ട്. കുറച്ചും കൂടി ഒരു അഡോളസെന്റ്, ലേറ്റ് അഡോളസെൻസിലൊക്കെ വരുമ്പോ ഇപ്പൊ ഈ പിള്ളേരൊക്കെ പുറത്തു പോകുന്ന ഗ്യാതറിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇവര് യൂസ് ചെയ്യും. നോർമലി ഡെയിലി അല്ല, പക്ഷെ വല്ലപ്പോഴും. പക്ഷെ എന്നാലും അത് റിസ്ക് ആണ് അല്ലെ? ഈ ഒരു പ്രായത്തിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കൺട്രോൾഡ് ആണെങ്കിൽ പോലും, ഏത് പ്രായത്തിലാണെങ്കിലും കൺട്രോൾഡ് ആണെങ്കിൽ പോലും അതിന് കോൺസിക്വൻസസ് ഉണ്ട്. ചിലവർ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. വീക്ക്ലി ഫ്രീക്വന്റ് യൂസ് ആവും. പതുക്കെ പതുക്കെ നിർത്താൻ പറ്റാതെ അഡിക്ഷനിലേക്ക് പോകുന്നതിന് മുന്നത്തെ സ്റ്റേജ് ആണ് ഈ റെഗുലർ യൂസ് എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പോഴേക്കും ഡിപ്പെൻഡന്റ് യൂസ് ആയി മാറും. ഡിപ്പെൻഡന്റ് യൂസ് എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺട്രോൾ പോവും. അഡിക്ഷനിലോട്ട് എത്തി ഇവർക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ പറയില്ലേ, എന്താ പറയാ, അഡൽട്സിലൊക്കെ പറയാറില്ലേ, കൈ കിട്ടിയില്ലെങ്കിൽ കൈ വരയ്ക്കും എന്നൊക്കെ പറയുന്ന പോലെ വിഡ്രോവൽ സിംറ്റംസ് ആണ്. അവർക്കിത് ഇല്ലാതെ പറ്റില്ല. ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവര് ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും.
അവരുടെ ബോഡി നെഗറ്റീവായിട്ട് അവരോട് പെരുമാറും. അപ്പൊ ആ പെയിനും ആ ബുദ്ധിമുട്ടും വിത്ഡ്രോവൽ സിംറ്റംസും കാരണം ഇവർ വീണ്ടും വീണ്ടും ഇത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു റെഗുലർ യൂസിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ യൂസ് ആയിരിക്കും, പതുക്കെ സോഷ്യൽ യൂസ് വരും, അത് അവിടുന്ന് മാറി മാറി ഒരു റെഗുലർ യൂസിന് ഡിപ്പെൻഡന്റ് യൂസ് അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലേക്ക് അധികം മാറിപ്പോകും. ഇങ്ങനെയാണ് നോർമലി ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇതിൽ ഒന്ന് ഈ പിയർ പ്രഷർ ഇതിലൊരു ഫാക്ടറാണ്. ബയോളജിക്കൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേറെ, ഈ ഡോപ്പമിൻ പോലെയുള്ള ഫാക്ടേഴ്സും ഇതിലേക്ക് കയറി വരുന്നത്. ഇനി വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണുള്ളത് നിങ്ങൾ പറയാവോ ആരെങ്കിലും? എന്തായാലും ഇവിടെ ഒരു 10-25 പേരുണ്ട്. അപ്പൊ ഒന്ന് പറയൂ, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്? സോഷ്യൽ, ഇൻഡിവിജ്വൽ, ഫാമിലി, എന്നിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? ഒന്ന് രണ്ട് പേര് പറയാമോ? പറഞ്ഞോളൂ. ഫാമിലി സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ വരും. ഉം. സെപ്പറേഷൻ ഫ്രം ദ പേരൻസ്, ഉം. Yes. ഓർഫനേജിൽ വളരുന്ന കുട്ടികൾക്കുള്ള പ്രശ്നമുണ്ട്. എല്ലാരും അല്ല, ഫ്യൂ ഓഫ് ദം. Yes. പിന്നെ സൊസൈറ്റിയിൽ ഉള്ള പ്രഷർ, ഉം. അത് അക്കാഡമിക് പ്രഷർ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ. ഉം. പിന്നെ എക്സെട്ര എക്സെട്ര. പിന്നെന്താണ്? ഒരുപാടുണ്ട് അല്ലേ? കുറേ Yes. ഉണ്ട്. വേറെ എന്തെങ്കിലും ഒരാളെ കമന്റിൽ പറഞ്ഞു. ആ ADHD ഉള്ള കുട്ടികള് ADHD ഉള്ള കുട്ടികള് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. yes, സാധ്യതയാണ്. ഡോപ്പമിൻ ആക്റ്റീവ് ആവുന്നതുകൊണ്ട് ചാൻസസ് കൂടുതലാണ്. പിന്നെ പിന്നെ മിസ് പറഞ്ഞ പോലെ തന്നെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വളരെ ഹൈ ആയിട്ടാണ് തോന്നണേ ഈ കാര്യങ്ങളില്. സിന്ധു മാമിനൊക്കെ കണ്ടിട്ട് കുറെ കാലായല്ലോ. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു 4-5 ദിവസമായിട്ടൊരു ട്രിപ്പ് ഇട്ടു, കൽക്കട്ട പോയി വന്നുള്ളൂ. സൗണ്ട് ട്രിപ്പിലായിരുന്നു. ഒക്കെ വരുന്നുള്ളൂ, നടന്നു പോയി. ആ, പിന്നെ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പൊ പുറകെ ഒരുപാട് ഇപ്പോഴും കൈ ഫാക്ടേഴ്സ്. തീർന്നിട്ടില്ല എന്റെ. അപ്പൊ അതിന്റെ കഴിഞ്ഞിട്ട് അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? ഈ പറഞ്ഞതെല്ലാം ഫാക്ടേഴ്സ് ആണ്. കാരണം ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇമ്പൾസീവ് ആയിട്ടുള്ള പെരുമാറ്റം, അത് അവരുടെ ബിഹേവിയറിൽ ഉള്ളതാണ്, ഇൻഡിവിജ്വലി ഉള്ളതാണ്, ഇൻഡിവിജ്വാലിറ്റിയിൽ വരുന്നതാണ്. ഇമ്പൾസിവിറ്റി ഒരു കാരണമാണ്. അതാണ് ADHD കുട്ടികൾ ആ ഫിലിം ഇൻഫ്ലുവൻസ്. യെസ്, ഒരു ക്യൂരിയോസിറ്റിക്ക് വലിയ മാസ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഫിലിംസ് കണ്ടിട്ട് ട്രൈ ചെയ്യുന്ന കുട്ടികളുണ്ട്. യെസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒരു ഫാക്ടറാണ്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഇമ്പൾസിവിറ്റി ഉണ്ട്, സെൻസേഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റി ഉണ്ടാവും, ഇമോഷൻ റെഗുലേഷൻ ഇല്ലാത്ത ആളുകള്, ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് ഉള്ള ആളുകളൊക്കെ ഇതിലേക്ക് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലി ഫാക്ടേഴ്സ് വരാം. പാരന്റ് ഓൾറെഡി സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വീട്ടിലുള്ള ആളുകൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫാക്ടർ ആയിട്ട് വരാം. പിന്നെ ഫാമിലി ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ പാരന്റ്സിന് ഭയങ്കര നെഗ്ലക്ട് ചെയ്യുന്ന ഒരു പാരന്റിങ് ആണ്, നെഗ്ലക്ട്ഫുൾ പാരന്റിങ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് പാരന്റിങ് ആണെങ്കിൽ, ഒട്ടും ഒരു ഇമോഷണൽ മാംത്തില്ലാത്ത ഒരു പാരന്റിങ് ആണെങ്കിൽ, ഇതൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ വരുന്ന സ്കൂളിലാണ്. അക്കാദമിക്സ് ഫെയിലിയർ ആവുമ്പോൾ ബുള്ളിങ് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഭയങ്കര വലിയ സംഭവമായിട്ടാണ് അല്ലെ? ആക്ച്വലി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും മൂവീസിനെ മൂവീസ് ആയിട്ട് എടുക്കണം എന്നുള്ളത്. അത് അഡൾട്ട്സിന് പറ്റും, പക്ഷെ അഡോളസൻസിന്റെ കേസിലൊക്കെ വരുമ്പോഴേക്കും ഈ ഭയങ്കര വലിയ സംഭവമായിട്ടാണ് ഇവർ ഇതിനെ എടുക്കുന്നത്. ഗ്ലാമറൈസ് ചെയ്യാണ് ചെയ്യുന്നത്, നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത് സബ്സ്റ്റൻസ് യൂസ്. അത് പല കുട്ടികളിലും പല രീതിയിലായിരിക്കും. പ്രോപ്പർ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്നത്. അത് പിയർ പ്രഷർ ഹൈ ആണ്. ഓൺലൈൻ ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടാവും അങ്ങനത്തെ വീഡിയോസ് ഭയങ്കര മാസ്സായിട്ട് എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല, ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. നോർമലി കോമൺ ആയിട്ട് കാണുന്നത് അതാണ്. ഇപ്പൊ ഇമ്പൾസിവിറ്റി ഒക്കെ വരുന്നത് നമ്മുടെ ഈ ബ്രെയിനിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനിലുള്ള മാറ്റം ADHD കുട്ടികളിൽ വരുന്നു പറഞ്ഞു. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ADHD ആളുകളിൽ ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാവും, ഈ ഡോപ്പമിൻ സിസ്റ്റം ആക്റ്റീവ് ആവും. ഇപ്പൊ ഡോപ്പമിൻ സിസ്റ്റം ഈ റിവാർഡ് കിട്ടാൻ വേണ്ടി ഇവരിത് വീണ്ടും 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 യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആ ഒരു ഇമ്പൾസിവിറ്റി ബിഹേവിയർ ഉള്ളത് കൊണ്ടും ഡോപ്പമിൻ സിസ്റ്റം ആക്റ്റീവ് ആക്കാനും
ADHD കുട്ടികൾ വളരെ പെട്ടെന്ന് ഈ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകും. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ദെൻ എങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക? ഒരു ക്ലിനിക്കൽ അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്, വേറെ ടൂൾസും കാര്യങ്ങളും അല്ല. നമ്മൾ ഇവരോട് ഫുൾ ഹിസ്റ്ററി എടുക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അതിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ എല്ലാവരും സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകളാണ്. അസസ്മെന്റ് എടുക്കുമ്പോൾ ബേസിക് ആദ്യം ക്ലിനിക്കൽ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടാവണം. അതിനുശേഷം ഉള്ള കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ, സൈക്കാട്രിക്, മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, പ്രീ മോർബിഡ് പേഴ്സണാലിറ്റി. ഇപ്പൊ അഡോളസൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ടെമ്പറമെന്റ് എന്നല്ലേ പറയാം. ആ ടെമ്പറമെന്റ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. സ്കൂൾ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ട്രോമാസ് ഉണ്ടായിട്ടുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ദെൻ നമ്മൾ ഒബ്സർവ് ചെയ്യും. നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യും. ദെൻ സബ്സ്റ്റൻസ് യൂസ് ഹിസ്റ്ററി ഉണ്ടോ? കാരണം പാരന്റ്സ് കൊണ്ടുവരുമ്പോൾ ഇവർ അറിഞ്ഞിട്ടാണ് കൊണ്ടുവരിക. ഒന്നെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരിക്കും കൗൺസിലിംഗിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. Yes, ma'am. ഓക്കെ. madam. നല്ല മഴയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തീർന്നില്ല, കറണ്ട് പോയി. ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് ആവില്ല എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം എല്ലാ ഹിസ്റ്ററിയും നമ്മൾ എടുത്തിട്ടുണ്ടാവണം. ഇവരുടെ മെഡിക്കൽ, സൈക്യാട്രിക്, സബ്സ്റ്റൻസ് യൂസ് ഹിസ്റ്ററി, അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഇനി അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കേസാണ്. ഇപ്പൊ ഭയങ്കര അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് വിടേണ്ടി വരും. പക്ഷെ ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു തുടക്കത്തിലുള്ള ഒരു സ്റ്റേജ് ആണ്. പല പ്രാവശ്യം 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് വീട്ടുകാരെ കണ്ടു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ ഇവര് കുറച്ച് തവണയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരായിട്ട് എന്ത് ചെയ്യാം, ഒരു പതുക്കെ റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ ഡിഫെൻസീവ് ആയിട്ടുള്ള കുട്ടികള്, സബ്സ്റ്റൻസ് യൂസ് ഉള്ള കുട്ടികള്, ഇവരിലേക്ക് വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവര് പെട്ടെന്ന് നമ്മളോട് അടുക്കില്ല. നമ്മളോട് കുറച്ചും കൂടി ഒരു ഹാഷ് ആയിട്ടുള്ള ഒരു സംസാരം, ഒരു ടോൺ ആദ്യം ഉണ്ടാവുക. അവര് ഭയങ്കര വലിയ ആളുകളാ, കുറച്ചൊരു 15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണെങ്കിൽ അവര് കുറച്ചുകൂടെ ഒരു വലിയ സംഭവം. ഈ ഒരു ഒന്ന് ഇവരുടെ സബ്സ്റ്റൻസ് യൂസ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന്, അവരുടെ അഡോളസൻസ് അങ്ങനെയാണ്, കുറച്ചൊരു ഡിഫെൻസീവ് ആണ്. അവർക്ക് അതോറിറ്റി ഇഷ്ടമല്ല, ഉപദേശം ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ടോണിലുണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മോറൽ ജഡ്ജ്മെന്റ് കൊണ്ട് പോവണ്ട അവരുടെ അടുത്തേക്ക്. ഇത് ശരിയല്ല, തെറ്റാണ്, പാരന്റ്സിനെ ഓർക്കണ്ടേ, ഇങ്ങനത്തെ വാക്കും കൊണ്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാല് അടുത്ത സെഷൻ അവരവിടെ ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇഷ്ടമല്ല നമ്മൾ അവരെ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ അതോറിറ്റി കാണിക്കുന്നതോ ഒന്നോ. നമ്മൾ വളരെ നോർമലൈസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അത് ഇവിടെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല നമ്മൾ ഇരിക്കുന്നത്. ഇത് എങ്ങനെയാ സംഭവിച്ചത്, എന്താ കാരണം, അതൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളൊന്ന് പോവാം. ഇവര് ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് വലിയ അവയർനെസ് ഒന്നും ഉണ്ടാവില്ല ഇതിനെ പറ്റിയിട്ട്. ഞാനിപ്പോ ഒരു സബ്സ്റ്റൻസ് യൂസിൽ അത് വലിയ പ്രശ്നമായിട്ടൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് പ്രീ കണ്ടംപ്ലേഷൻ സ്റ്റേജ്. അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരോട് ഈ സ്റ്റേജിലാണോ നിങ്ങൾ എന്നൊന്നും അല്ല ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അവരോട് അസസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോയത്, ഇത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്, ശരിയാണോ തെറ്റാണോ, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ചിലർ ഇതിലിപ്പോ എന്താ പ്രശ്നം, എല്ലാവരും ചെയ്യുന്നതല്ലേ, ഞാൻ പിന്നെ ഇത്രയും വലുതായില്ലേ എന്നുള്ള മറുപടിയൊക്കെ ആയിരിക്കും വരാം. അപ്പൊ അതിനർത്ഥം അവര് പ്രീ കണ്ടംപ്ലേഷൻ സ്റ്റേജിലാണ്. അവർക്ക് ഇതിനെ പറ്റി വലിയ അവയർനെസ് ഒന്നുമില്ല. ചിലവര് കണ്ടംപ്ലേഷൻ സ്റ്റേജിലായിരിക്കും.
ചെയ്തു പോയി മാറണമെന്നുണ്ട് എന്നുള്ള ഒരു സ്റ്റേജിലായിരിക്കും. തിങ്കിങ് അബൌട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ചില ആളുകൾ കുട്ടികളാണെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റേജ്, അതിപ്പോ ഇത് മാത്രമല്ല കേട്ടോ, ഏതൊരു സബ്സ്റ്റൻസ് അബ്യൂസും അഡൾട്ട്സ് ആയിക്കോട്ടെ അഡോളസൻസ് ആയിക്കോട്ടെ ഈ ഒരു സ്റ്റേജിൽ പ്രിപ്പറേഷൻ സ്റ്റേജിലായിരിക്കും. അപ്പൊ അവരവിടെ എത്തിയിട്ടുണ്ടാവും, തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളോട് വരാം. നമ്മുടെ ലക്ഷ്യം ആ ലാസ്റ്റ് 2 സ്റ്റേജാണ് ആക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഇത് അവരുടെ പ്രവൃത്തിയിൽ വരുവും വേണം, റിലാപ്സ് ഉണ്ടാവാൻ പാടില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന്. അപ്പൊ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. ഇവര് പ്രീ കണ്ടംപ്ലേഷൻ സ്റ്റേജിലാണെങ്കിൽ ആദ്യം ഇവർക്ക് അവയർനെസ് കൊണ്ടുവരണം, ഇവരിൽ ചേഞ്ച് ആവാൻ ഇവർക്കൊരു വില്ലിങ്നെസ് കൊണ്ടുവരണം. എന്നിട്ടേ നമുക്ക് ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മളായിട്ടുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞ് ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഈ സബ്സ്റ്റൻസ് എന്തുകൊണ്ട് അവർ ഉപയോഗിച്ചു, അതിന്റെ ഒരു ഫങ്ഷനിങ് എന്താന്ന് ആദ്യം മനസ്സിലാക്കാം. ഈ സബ്സ്റ്റൻസ് നിങ്ങൾക്ക് എന്താ തരുന്നത്, ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഒരു കാരണം, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരോട് എൻക്വയർ ചെയ്യുക എന്നുള്ളത് ഒരു കോമൺ ഡിസ്കഷൻ പോലെ പോവാം. വേണമെങ്കിൽ നമുക്ക് പാരന്റ്സിനെ പുറത്തിരുത്താം, കാരണം പാരന്റ്സ് ചിലപ്പോൾ ഇവർ തുറന്ന് സംസാരിക്കില്ല. അത് ഈ ഒരു വിഷയമല്ല, മിക്ക കേസസിലും പാരന്റ്സ് ഇരിക്കുമ്പോൾ കുട്ടികൾ ഓപ്പൺ അപ്പ് ആവാൻ ഭയങ്കര മടിയായിരിക്കും. പാരന്റ്സിനെ പുറത്തിരുത്തിക്കൊണ്ട് നമുക്ക് ഇവരോട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ജഡ്ജ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല, എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കാം. കോമൺ ഫങ്ഷൻസ് പൊതുവെ പറയാറുള്ളത് സ്ട്രെസ് റിലീഫ്, പിന്നെ ഈ പിയർ ഗ്രൂപ്പ് അക്സെപ്റ്റൻസ്, സോഷ്യൽ അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. പിന്നെ ചിലവര് ബോറടിച്ചിട്ട് വെറുതെ ഇത് കഴിക്കുന്ന ഒരു സുഖം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഉറക്കം, ട്രോമ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് പലപ്പോഴും കയറി വരാറുള്ളത്. നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ സ്കൂളിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ അച്ഛൻ യൂസ് ചെയ്യുന്ന എടുത്ത് കഴിച്ചിട്ട് കേസ് വന്നിട്ടുണ്ട്. കാരണം അച്ഛൻ യൂസ് ചെയ്യുന്നുണ്ട് ആൽക്കഹോള്, കുട്ടി അത് കണ്ട് നേരത്തെ പറഞ്ഞൊരു ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ട് കുട്ടി ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ആൽക്കഹോൾ. അച്ഛന്റെ ബോട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ടെൻഡൻസി വരാൻ തുടങ്ങി. അത് ഒരു ഹരം പിടിച്ചു കഴിഞ്ഞാൽ അറിയാലോ, അഡിക്ഷൻ ആണ്. അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാരണങ്ങളായിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ഇവരുടെ കാരണം, എന്തുകൊണ്ട് ഇവരിതിലേക്ക് പോയി, ഇത് കഴിക്കുമ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, എന്താണ്. ചിലർ പറയും ഭയങ്കര സമാധാനത്തിൽ ചെയ്യുന്ന, ടെൻഷനൊക്കെ മാറും, സ്ട്രെസ് ഒക്കെ മാറും, പേടി മറികടക്കാൻ യൂസ് ചെയ്യുന്ന ആളുണ്ട്, പേടിയൊക്കെ പോവും. ഇങ്ങനെയൊക്കെയുള്ള കുറെ മറുപടികളാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്തിന് ഇവരിത് യൂസ് ചെയ്യുന്നു, ഇതിന്റെ പർപ്പസ് അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളതാണ്. പർപ്പസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയ അതാണ്. എന്തുകൊണ്ടാണോ ഇവരിത് യൂസ് ചെയ്യുന്നത്, ആ റൂട്ട് കോസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. തൽക്കാലം മെഡിസിൻ കൊടുത്ത് ഇവര് കുറച്ചു നാള് എന്തായാലും ഡി അഡിക്ഷൻ സെന്ററിൽ പോകുമ്പോൾ ഇവര് അവിടുന്ന് മെഡിസിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. അതിനൊപ്പം കൗൺസിലിംഗ് എന്നുള്ളത് നമ്മൾ കൊളാബറേറ്റീവ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ മെഡിസിൻ വെച്ചുള്ള ട്രീറ്റ്മെന്റ് നടക്കുന്നതിനൊപ്പം കൗൺസിലിംഗും പോകുന്നുണ്ട്. സോ നമുക്ക് ഇതിന്റെ പർപ്പസ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും റിലാപ്സ് ചെയ്യും. താൽക്കാലികമായിട്ട് മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ, അവർക്ക് സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടോ, സെൽഫ് ഹാർമിംഗ് ഉണ്ടോ, ദെൻ സബ്സ്റ്റൻസ് യൂസ് നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. ചില കുട്ടികൾ വളരെ സേഫ് അല്ലാത്ത സെക്ഷൽ ബിഹേവിയേഴ്സിലോട്ടൊക്കെ പോകുന്നുണ്ടാവും ഈ ഡ്രഗ് അഡിക്ഷൻ കാരണം. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പൊ ലീഗൽ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. കേസോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത് വിട്ടേ പറ്റുള്ളൂ. കാരണം ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ടാവാം. ഇപ്പൊ ഒരെണ്ണം മാത്രമല്ല ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ഡ്രഗ്സും ആൽക്കഹോളും ഒന്നിച്ച് യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാം. അങ്ങനെ രീതിയിലൊക്കെ ഉണ്ടാവാം. ഈ എഡീസിലെ കുട്ടികൾ ഈ ഡ്രഗ്സ് മെഡിസിൻസ് ഓവർഡോസ് എടുക്കും, പ്ലസ് ആൽക്കഹോൾ കഴിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. ദാറ്റ് ഇസ് പോളി സബ്സ്റ്റൻസ് യൂസ് എന്നുള്ളത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് വരുമ്പോൾ. നമുക്കറിയാൻ പറ്റും ടെസ്റ്റുകൾ ഉണ്ട്, ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അത് മെഡിക്കൽ സൈഡിൽ ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ ഡ്യൂട്ടി അല്ല. അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ഇവരുടെ ഹെൽത്തിന്റെ ഒരു സെക്ഷനൊക്കെ നോക്കുന്നത്
നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇവർ ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് ആദ്യം വരിക. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ റെഫർ ചെയ്ത് വിടാം, ഒരു സൈക്കോളജിനെയും കൂടി കാണിക്കണം എന്നുള്ള ഒരു ഐഡിയോളജിയും കൊണ്ടൊക്കെ അവർ വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏരിയാസ് ആണ്. ഇവർ എന്തിനു യൂസ് ചെയ്തു എന്നുള്ളതും അതിന്റെ റൂട്ട് കോസ് എന്താന്നുള്ളതും പ്ലസ് അവരിൽ എന്തെങ്കിലും ഈ പറഞ്ഞ സെൽഫ് ഹാമിങ് അല്ലെങ്കിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ്, വിട്രോൾ സിംറ്റംസ്, സേഫ് ആയിട്ടുള്ള സെക്സ് ബിഹേവിയേഴ്സ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. ക്ലിയർ അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളി സബ്സ്റ്റൻസ് യൂസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഇത് കുറെ നാൾ യൂസ് ചെയ്തിട്ട് ഇവർക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരും. കുറച്ചു കാലം കണ്ടിന്യൂസ് വരും. ഓവർഡോസ് ആവാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പിള്ളേരിൽ തന്നെ വരും, സീഷ്യേഴ്സ് വരും, ആക്സിഡന്റ്സ് ഉണ്ടാക്കും, അല്ലെ ഡീഹൈഡ്രേഷൻ ഹൈ ആയിട്ട് കോസ് ചെയ്യും. പിന്നെ ഇപ്പൊ എന്താ പറയാ, ഇത് നിർത്തിക്കഴിഞ്ഞാലോ വിഡ്രോവൽ സിംറ്റംസും ഹൈ ആയിരിക്കും. വളരെ പെട്ടെന്ന് ഹാർട്ടിനെയൊക്കെ അഫക്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ഓവർഡോസിലോട്ട് ഇത് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മെഡിക്കൽ ചെക്കപ്സും കാര്യങ്ങളും പറയേണ്ട കേസിലോട്ട് വരെ പോകുന്നുള്ളതാണ്. ഇവിടെ റീസെന്റ് നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ പൂരമൊക്കെ കഴിഞ്ഞിട്ട് ഈ +2 പിള്ളേരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ അന്വേഷണം. ഇവരെന്താ, ഇവര് വെള്ളമൊക്കെ അടിച്ച് ആൽക്കഹോളൊക്കെ കഴിച്ച് അല്ലെ മദ്യപിച്ച് ഏകദേശം ഒരുത്തിന്റെ ബോധം പോയ അവസ്ഥയായി. അവന് വിളിച്ചിട്ട് എണീക്കുന്നേ ഇല്ല. സത്യത്തിൽ അവൻ കുടിച്ചതല്ല, ബാക്കിയുള്ളവർ ഫോഴ്സ്ഫുള്ളി കുടിപ്പിച്ചാണ്. അങ്ങനെയാ കുടിച്ച് അവന്റെ ബോധമൊക്കെ പോയി. മറ്റേ പിള്ളേരൊക്കെ പേടിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഇത് ലീഗൽ ഇൻവോൾവ്മെന്റ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നമുക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇവര് പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ആവോ എന്നുള്ളത് നമുക്കറിയില്ല. സോ അതൊക്കെയാണ് നമുക്കുള്ള റിസ്ക്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മിക്കവാറും ഇത് ക്ലിനിക്കുകളിലെ ഡി അഡിക്ഷൻ സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് കുറച്ചും കൂടി ഇത് ശ്രദ്ധിക്കണം. കാരണം അവിടെ ഇങ്ങനെ ഒരു ദിവസം ഒരു കേസല്ല, ഇഷ്ടംപോലെ കേസസ് തന്നെ. ഇപ്പൊ ഇവിടെ എന്താ പാലക്കാട് മറ്റേ ഷാലോമിലുണ്ട് ഡി അഡിക്ഷൻ സെന്റർ. അപ്പൊ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ചേച്ചി അവിടെ വർക്ക് ചെയ്തത് കുറെ നാട്. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് മടിയായി, ഡെയിലി എത്ര കേസാണ് വരുന്നത് ഡി അഡിക്ഷൻ. കാരണം ഒരുപാട് കുട്ടികള് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി പെട്ട് കിടക്കാണ്. ഒരുപാട് കേസസ് ഡെയിലി വരുന്ന പുള്ളിക്കാരിക്ക് മടുത്ത് അവിടെ നിന്നിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞു. ശരിക്കും ഇതൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല കുട്ടികൾക്ക്. ഇവർക്ക് ഇതിന്റെ ഒരു കോൺസിക്വൻസിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. പ്രോപ്പർ ഒരു പാരന്റിങ് ഇല്ലായ്മ, ഇതൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ടീച്ചേഴ്സിനും റോൾ ഉണ്ട്, പാരന്റ്സിനും റോൾ ഉണ്ട് കേട്ടോ. നമ്മൾ വേറൊരു സോഷ്യൽ ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അടുത്തൊരു കൗൺസിലിംഗാണ് വന്നത്. അപ്പം ഹൈ കേസസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് വരില്ല. ഉറപ്പായിട്ടും അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. അവരൊരു ബേസിക് ഒന്ന് ബെറ്റർ ആകുമ്പോൾ റിസ്കി ബിഹേവിയേഴ്സ് ഒക്കെ കുറയുമ്പോൾ മാത്രമേ കൗൺസിലിംഗിന് അവർ വിടുള്ളൂ. ഇല്ലെങ്കിൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരെ ചാൻസസ് ഉണ്ട്, ഹൈ സബ്സ്റ്റൻസ് യൂസിലൊക്കെ പോയ കേസ് ആണെങ്കിൽ. ഇനി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മോട്ടിവേഷണൽ ഇന്റർവ്യൂവിംഗ് ആണ്. എപ്പോഴും അഡോളസെൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയാണ് മോട്ടിവേഷണൽ ഇന്റർവ്യൂവിംഗ് അല്ലെങ്കിൽ MI എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ക്ലിനിക്കൽ ഇന്റർവ്യൂ തന്നെയാണ്. അവരെ ഒന്ന് ടോക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക, സംസാരിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം തയ്യാറാണ്? ഒരു 1 to 10 ഒന്ന് റേറ്റ് ചെയ്യാവോ? ചെറിയ നമ്പർ എടുത്താലും മതി. അപ്പൊ വലിയ ഓക്കെ 9 റെഡിയാണ്, 10 ആളുടെ ഔട്ട് ഓഫ് 10 തന്നെ റെഡിയാണ് അങ്ങനെയൊന്നും പറയണമെന്നില്ല. ഏത് ലെവല് വരെ റെഡിയാണ്, എത്രത്തോളം പറ്റുന്നാ തോന്നുന്നേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇവരൊരു എന്തായാലും മാറാൻ പതിയൊരു ഡിസിഷൻ സ്റ്റേജിൽ, കൺഫ്യൂസിങ് സ്റ്റേജിലായിട്ട് എത്തിയിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് ഇവർക്കൊരു ഹോംവർക്ക് പോലെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പോലെ കൊടുക്കാൻ പറ്റുന്നതാണ് ഡിസിഷൻ ബാലൻസ് എക്സസൈസ്. ഒരു പേപ്പർ എടുക്കുക, 4 കോളം ഉണ്ടാക്കുക, എന്നിട്ട് ഇവരോട് എഴുതാൻ പറയാം എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, ഇത് ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ, നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്റ്റൻസ് യൂസ് നിർത്തിയാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സും ദോഷങ്ങളും, ഇത് അവരോട് അനലൈസ് ചെയ്ത് എഴുതാനായിട്ട് പറയാ. എന്നിട്ട് നമ്മൾ അത് ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുക. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കുറച്ചും കൂടി ഒരു അവയർനെസ് കിട്ടും, അല്ലെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇത് ജസ്റ്റ് ബേസിക് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ അവരെ ഒരു ഇൻസൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നുള്ളൂ.
ഇപ്പൊ ഇതിൽ ചില സമയത്ത് ബെനിഫിറ്റ്സ് ഓഫ് യൂസ് തന്നെയായിരിക്കും അവർക്ക് കൂടുതലായിട്ട് കിടക്കുന്നത്. മുഴുവനായിട്ടൊന്നും ചിലപ്പോൾ ഒരു അവയർനെസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരുടെ ഒരു വേ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഒരു വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് എങ്ങനെയാന്നുള്ളത് ആ ഒരു സമയത്ത് നമുക്ക് ഐഡിയ കിട്ടും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് സാധ്യതകളെ പറ്റിയും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അവരോട് തന്നെ എഴുതാൻ പറയാം. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അഡോളസെന്റ് ആയിട്ടുള്ള ഒരാൾ അംഗീകരിക്കില്ല. ഇവൻ അഡൾട്ട്സ് തന്നെ അംഗീകരിക്കാറില്ല ഒരാൾ പറയുന്ന കാര്യം. അഡോളസെന്റ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അവര് തന്നെ അതിന്റെ രണ്ട് വശം പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഇനി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക CBT ആണ്. കാരണം ഇവരുടെ ഉള്ളിൽ കുറേ കോർ ബിലീഫ് ഉണ്ടാവും. എന്നെ ഒന്നും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര നെഗ്ലക്റ്റ് ഒക്കെ വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് ടൂൾ ആയിട്ടായിരിക്കും അവർ ഈ സബ്സ്റ്റൻസ് യൂസ് എടുത്തിട്ടുണ്ടാവാം. ഒരു റിലാക്സേഷൻ ടെക്നിക് ആയിട്ടാണ് അവർ ഇതിനെ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും ആർക്കൊരു കുഴപ്പമില്ല, ഇപ്പൊ എന്നെ ഇത്ര കാലം നോക്കിയിട്ടില്ല, ഇപ്പൊ എന്തിനാ അവർക്ക് കൺസേൺ, ഇങ്ങനെയുള്ള സംസാരങ്ങളായിരിക്കും കൂടുതൽ. സോ അവരുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് കിടക്കുന്നുണ്ട്. അത്തരം കോർ ബിലീഫിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് കുറയ്ക്കുക എന്നുള്ളതാണ്. കോർ ബിലീഫ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് CBT വേണം. സോ CBT ആണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. സിറ്റുവേഷൻ, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള തോട്ട്, അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഇമോഷൻ, ബിഹേവിയറും കോൺസിക്വൻസസും. ഇപ്പൊ സ്ട്രെസ്ഡ് ആയി ഫീൽ ആവുന്നൊക്കെ സ്ട്രെസ്സായി ആങ്സൈറ്റി കയറി പോയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കഴിക്കുന്ന കുട്ടികളുണ്ട്. സോ ഒരു ടെമ്പററി റിലീഫ് കിട്ടും. പക്ഷെ അത് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഗിൽറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ അവർക്ക് വീണ്ടും ഇത് വേണം എന്നുള്ള ക്രേവിംഗ് കിട്ടും. ആദ്യമൊക്കെ ഗിൽറ്റ് ആണെങ്കിൽ പിന്നെ അത് പതിയെ ക്രേവിംഗിലാണ് പോയി നിൽക്കുക. സോ ഇവിടെ നമ്മൾ ആദ്യം ആ തോട്ടിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ആങ്സൈറ്റി മാനേജ്മെന്റും കെറ്റാസ്ട്രോഫിക് തിങ്കിങ് റീപ്ലേസ് ചെയ്യുക. അതിപ്പോ തോട്ട് റെക്കോർഡും കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഈ മെയിൻ ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കാര്യം ഇമോഷൻ റെഗുലേഷൻ കൊടുക്കുക അവർക്ക് എന്നുള്ളതാണ്. ഒന്ന്, ആദ്യം ബേസിക് മോട്ടിവേഷണൽ ഇന്റർവ്യൂയും കൊടുക്കണം. അത് ഇവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കാനും നമ്മളുമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കുറച്ച് ഒരു അടുപ്പം വരാനും വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ കൊടുക്കുക CBT ആണ്. CBT എന്തിനു വേണ്ടിയിട്ടാണ്? നെഗറ്റീവ് തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CBT യൂസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ഘട്ടം ഇമോഷൻ റെഗുലേഷൻ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, ഇവരുടെ ഇമോഷൻ എന്താണെന്നുള്ള റേറ്റ് ചെയ്യുക. അതിനൊപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചെറിയ എക്സസൈസുകൾ കൊടുക്കാം. ചിലപ്പോൾ ചിലർക്ക് മ്യൂസിക് ആയിരിക്കും വർക്ക് ആവുന്നത്. അപ്പൊ മ്യൂസിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജേർണലിംഗ് വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇവർക്ക് സേഫ് എന്ന് തോന്നുന്ന ഒരാളോട് ഇവരുടെ ഇമോഷൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കൊണ്ടുവരാം. ഇവരെ കുറെ കൂടി എൻഗേജിങ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ലക്ഷ്യം. ഇതിലോട്ട് വരുമ്പോഴേക്കും അവരുടെ ഇമോഷൻസ് കുറച്ചും കൂടി കൺട്രോൾഡ് ആവും. ബേസിക് എക്സസൈസസ്, ജേർണലിംഗ്, വേണ്ടപ്പെട്ട ആരോടെങ്കിലും ഒക്കെ തുറന്നു പറയാനുള്ള ഒരു സേഫ് സ്പേസ്, ദെൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ദിസ് ആർ കോപ്പിംഗ് ടൂൾ ബോക്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഇത് എല്ലാവർക്കും സെയിം ആവണമെന്നില്ല. ഓരോ കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ചിലർക്ക് മ്യൂസിക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ അങ്ങനെ. പക്ഷെ എക്സസൈസും ജേർണലിങ്ങും ഒരാളോട് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക എന്നുള്ള ഒരു സ്പേസും ഒക്കെ എല്ലായിടത്തും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്രേവിംഗ് മാനേജ്മെന്റ് ടെക്നിക്സ്. ക്രേവിങ്സ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. വളരെ സഡൻ ആയിട്ടാണ് വരിക. ഇങ്ങനെ ഹൈ ആയിട്ട് പോകില്ലേ? അതിപ്പോ ഈ സബ്സ്റ്റൻസ് യൂസിൽ മാത്രമല്ല, ഫുഡ് അഡിക്ഷനിലും ഒക്കെ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരുന്ന കേസസിലൊക്കെ ഈ ക്രേവിങ്സ് ഭയങ്കര ഹൈ ആയിട്ടുണ്ടാവും. നമുക്ക് മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് പഠിപ്പിക്കാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മൈൻഡ്ഫുൾനെസ്സിലൊക്കെ വരുന്ന ഒരു മെത്തേഡാണ് അർജ് സർഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇമാജിൻ ചെയ്യാണ് നമ്മുടെ ക്രേവിങ്സ് എന്താണ്, ഒരു വേവ് പോലെ ഇങ്ങനെ ഉയർന്നു പൊങ്ങുകയും പതിയെ അത് ഫോൾ ചെയ്ത് താഴോട്ട് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. നമ്മൾ എവിടം വരെ എത്തുന്നത്? മുകളിൽ സബ്സ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ക്രേവിങ്സ് ഇങ്ങനെ ഹൈ ആയി അതുവരെ എത്തും. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അതെന്ത് ചെയ്യും? ആ ഒരു വേവ് താഴേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു വേവ് പോലെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. സോ നമ്മൾ ഒബ്സർവ് ചെയ്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അതൊരു ടെക്നിക്കാണ്. രണ്ടും ഡിലേ ടെക്നിക്ക് ചെയ്യാം. ഓക്കെ, ഒരു 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ തന്നെ സ്വയം ഡിലേ ചെയ്യിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കും അഡിക്ഷൻ ഒരാൾക്ക് പറ്റുമെന്ന്.
ഒറ്റയ്ക്ക് മാത്രം ഇത് മാത്രം ചെയ്യണമെങ്കിൽ പറ്റില്ല. കാരണം അവിടെ ഓൾറെഡി വേറെ ട്രീറ്റ്മെന്റ്സ് നടക്കുന്നുണ്ടാവും. സോ അതിന്റെ കൂടെ നമ്മൾ ഈ ടെക്നിക്ക് കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. അതിന് മറികടക്കാൻ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കണ്ടുപിടിക്കാം, എന്തെങ്കിലും ആക്ടിവിറ്റീസ്. ഇപ്പൊ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ചെയ്യാം. ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കാണുന്ന 5 കാര്യങ്ങൾ, ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ, കേൾക്കുന്ന 3 കാര്യങ്ങൾ, ദെൻ സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളും, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനെ 5, 4, 3, 2, 1 എന്നുള്ള ഓർഡറിൽ നമ്മുടെ സെൻസ് ഓർഗൻസിനെ ആക്റ്റീവ് ആക്കാം. ചുറ്റും കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ് വരുന്ന സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വെച്ച് ഡിസ്ട്രാക്ട് ചെയ്യാം. ഇത് 5, 4, 3, 2, 1 എന്നുള്ള ടെക്നിക്കാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും, ഇപ്പോ പുറത്തേക്ക് ഇറങ്ങി നടക്കാം, അല്ലെങ്കിൽ കുറച്ച് പോയി വെള്ളം എടുത്ത് കുടിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോൺ ഈ ടെൻഡൻസി വരുമ്പോൾ ഫോണിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ മൂവി കാണുക, എന്തിലോട്ടെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിലേക്ക് അവരെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിച്ച് ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എപ്പോഴും ഏകദേശം ഒരു സമയത്തായിരിക്കും വരിക. ചിലർക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ചിലർക്ക് നൈറ്റ് ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഫീലിംഗ് വരും. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ അവിടെ വേറൊരു റൊട്ടീൻ അതിന് പകരം നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പൊ ഇന്നൊരു 7 മണിക്ക് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടെൻഡൻസി വരികയാണ്, ഇപ്പൊ വീട്ടിലൊക്കെ വന്ന് ഫ്രഷ് ആയി കഴിയുമ്പോൾ സ്മോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരിക എന്ന് വിചാരിക്കും. എല്ലാം ഫ്രഷായി നോർമലായി, ഇനി ഒന്നും ചെയ്യാനില്ല, അപ്പോഴാണ് ഈ ടെൻഡൻസി വരുന്നത് വെച്ചാൽ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലി സൈക്കോ എഡ്യൂക്കേഷൻ. അഡിക്ഷൻ വരുന്ന കേസസിൽ നമ്മൾ ഈ ഒരു അഡിക്ഷൻ കേസസിലോട്ട് വരുമ്പോഴേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡിസോർഡർ പോലെ ആളുകൾ എടുക്കുക. അതെ, അവർ കുറെ കൂടി മൊറാലിറ്റി ബേസിലാ പറയാം. ഇതൊക്കെ വളരെ മോശം ബിഹേവിയർ ആണ്. ഒരു മൊറാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യും, കുട്ടികളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യും. ആ രീതിയിലുള്ള സംസാര രീതികളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് കേൾക്കുമ്പോണ്ടല്ലോ അവരിത് വീണ്ടും വീണ്ടും ചെയ്യും, ഒരു വാശി പോലെ അവരിത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ മൊറാലിറ്റി അല്ലെങ്കിൽ അതുകൊണ്ട് ഇവരുടെ പുറകെ പോകരുത് എന്നുള്ളത് പാരന്റ്സിനെ നമ്മൾ മനസ്സിലാക്കണം. ഉറപ്പായിട്ടും അവർക്ക് വിഷമം, കൺസേൺസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അവരെ മോറൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാല്, മൊറാലിറ്റി പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാല് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അഡിക്ഷൻ ഒരു ഡിസോർഡർ ആയിട്ട് മാത്രം കണക്കാക്കാം. അതേപോലെ ഇവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ ബ്രെയിൻ ഇങ്ങനെയാണ്, ഇമോഷൻസിലാണ് വർക്ക് ചെയ്യുക, റിവാർഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുക, അപ്പോൾ ഡോപ്പമിൻ ഇങ്ങനെ ആക്റ്റീവ് ആവും, ഇങ്ങനെയുള്ളൂ. അതുകൊണ്ട് ഇവരെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ കാമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഡിസ്ട്രസ് കണ്ടാജി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എല്ലാവരിലും സംഭവിക്കുന്നത് ഇമോഷൻ കണ്ടാജിയൻ, ഡിസ്ട്രസ് കണ്ടാജിയൻ എന്നൊക്കെ നമ്മൾ പറയും. കണ്ടീജിയസ് എന്ന് പറഞ്ഞാൽ എന്താ? പടരുന്ന അസുഖങ്ങളാണല്ലോ കണ്ടീജിയസ് ഡിസീസസ്. അതേപോലെയാണ് നമ്മുടെ ഫേസിൽ, പാരന്റ്സിന്റെ ഫേസിൽ ഫ്രസ്ട്രേഷൻ, ദേഷ്യം, വെറുപ്പ്, ഇങ്ങനത്തെ ഇമോഷൻസ് ആണെങ്കിൽ ഇത് ഇതേപോലെ അപ്പുറത്ത് നിൽക്കുന്ന ആള് വരും, അഡോളസന്റെ ഫേസിലും വരും. അവർ അതേ ഇന്റൻസിറ്റിയിൽ, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇന്റൻസിറ്റിയിൽ റിയാക്ട് ചെയ്യും. എന്നാൽ ഇവിടെ നിന്ന് ഇവര് കാം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം അവർ റിയാക്ട് ചെയ്യെങ്കിലും പതിയെ പതിയെ അവരുടെ ഇതിലേക്ക് വരും, കാം കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് വരും എന്നുള്ളതാണ്. സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞ് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക. സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാല് വെറുതെ നിങ്ങളുടെ കുട്ടിക്ക് ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞ് വിടുന്നതല്ല സൈക്കോ എഡ്യൂക്കേഷൻ. കാര്യകാരണ സഹിതവും എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാമെന്നും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും ബയോളജിക്കൽ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എല്ലാം ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് മുഴുവൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. നൈസ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. ഡിസിപ്ലിൻഡ് അല്ലാത്ത ഫാമിലീസിൽ വരും, അപ്പോൾ കൺസിസ്റ്റന്റ് റൂൾസ് കൊണ്ടുവരാം, എക്സ്ട്രീം പണിഷ്മെന്റ്സ് ഒഴിവാക്കുക, പിയർ ഗ്രൂപ്പിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. നീ റെസ്പോൺസിബിൾ ആണ്, നീ സമയത്ത് വീട്ടിൽ വരില്ല, ഇന്നും കണ്ട പിള്ളേരെ കൂടെ കറങ്ങി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നതിന് പകരം നമ്മൾ കുട്ടികളോട് ശരിക്കും ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇവിടെ ടെൻഷൻ ആവുന്നു, വറി ആവുന്നു, ഇങ്ങനെയാണ്, ഇന്ന കൺസേൺസ് ആണെന്ന് പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആദ്യമൊക്കെ അവർ റിയാക്ട് ചെയ്താലും പതിയെ അവരുടെ മൈൻഡിലേക്ക് അത് വരും.
എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവരത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പിന്നെ ഗ്രൂപ്പ് തെറാപ്പി ചെയ്യാറുണ്ട്. അത് ഒറ്റയ്ക്കുള്ളിടത്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ല, എനിക്ക് അഡിക്ഷൻ സെന്റേഴ്സിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി ചെയ്യാറുണ്ട്. അവരെ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം ഒന്നിച്ചിരുത്തി നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കും. അത് അവരുടെ സോഷ്യൽ സ്കിൽസ് ബെറ്റർ ചെയ്യും, സ്ട്രഗിൾസ് നോർമലൈസ് ചെയ്യും. അവർ മാത്രമല്ല, മറ്റുള്ള ആളുകളും ഇതേ ഇതിൽ പെട്ടിട്ടുണ്ട്. അവർക്ക് റിക്കവർ ആയി വരുമ്പോൾ ഇവർക്കൊരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ ഇവരുടെ ട്രിഗേഴ്സ് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ റോൾ പ്ലേ ഒക്കെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് റിലാപ്സ് പ്രിവെൻഷനെ സഹായിക്കും. അതായത് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കാനായിട്ട് ഇത് കൂടുതൽ സഹായിക്കും എന്നുള്ളതാണ്. റിലാപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോസസ്സാണ്. ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ വലിയ 100% പറയില്ല. ഇവിടെ ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, മെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇമോഷണലി അവർക്ക് ഫീൽ ചെയ്യാണ്, ഞാൻ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് ഇത് ഉപയോഗിക്കും നല്ല സുഖമായിരുന്നല്ലോ എപ്പോഴാണ് ഇതില്ലാത്തതെന്നൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ടേംസ് കൊണ്ട് വീണ്ടും റിലാപ്സ് വരാം. ഫിസിക്കലി ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ്. അപ്പൊ ഇങ്ങനെ പല സാധ്യതകളുണ്ട് റിലാപ്സ് വരാൻ, അല്ലെങ്കിൽ വീണ്ടും ഇത് ഉപയോഗിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്കിത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരണം. സ്ട്രെസ് വരുമ്പോ, തെറാപ്പി സെഷൻസ് മിസ് ചെയ്യുന്ന സമയത്ത്, പാസ്റ്റ് യൂസിനെ വരുന്ന സമയത്ത് അവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം. ഇത് ഒക്കെ ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കുക, റിലാപ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. നമ്മുടെ വിൽ പവർ ഇമ്പോർട്ടൻസ് ഒക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലാനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രിഗർ ലിസ്റ്റ്, അതായത് റിലാപ്സ് വരുന്ന സമയത്ത് വരാനുള്ള സാധ്യതകൾ എന്താന്നുള്ളത്. ഒരു മിനിറ്റ്. അപ്പോ ഈ പറഞ്ഞ പോലെ ട്രിഗർ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെക്കാൻ പറയാം. നമ്മൾ തെറാപ്പി എൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യം നമ്മളൊരു ട്രിഗർ ലിസ്റ്റ് ഉണ്ടാക്കണം. ഓരോ ട്രിഗേഴ്സും എങ്ങനെ കോപ്പപ്പ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഇവർക്ക് കുറെ സ്ട്രാറ്റജി നമ്മൾ കൊടുക്കും. അപ്പൊ ഇതിൽ ഒന്ന് വർക്കാവും, ചിലത് വർക്കാവില്ല. ഇപ്പൊ ചിലവർക്ക് തോട്ട് റെക്കോർഡ് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. ചിലർക്ക് ബോഡി സ്കാൻ റിലാക്സേഷൻ ടെക്നിക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. ചിലപ്പോൾ നമ്മൾ JPMR ആയിരിക്കും അതിന് പകരം കൊടുക്കുന്നത്. ചിലർക്ക് ചെറിയ രീതിയിൽ എക്സസൈസുകൾ, സ്ട്രെച്ചിങ് എക്സസൈസുകളായിരിക്കും അവരെ റിലാക്സ് ചെയ്യിക്കുന്നത്. അപ്പൊ പല സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും കൊടുക്കുമ്പോൾ ഇവർക്ക് ഏതാണോ വർക്ക് ചെയ്തത് ആ സ്ട്രാറ്റജീസ് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഇവർക്ക് ഇങ്ങനെ വീണ്ടും ഫീൽ ചെയ്ത് തുടങ്ങിയാൽ ഉറപ്പാണ് ഇത് സ്ഥിരമായിട്ട് കുറെ കാലം യൂസ് ചെയ്തവർക്ക് കുറച്ചു നാൾ വീണ്ടും പോകുമ്പോഴേക്കും ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് വരിക. അപ്പൊ അതിലേക്ക് ഇവർക്ക് ഒരു ടെൻഡൻസി വരും, അല്ലെ, വേണമെന്നുള്ളത്. അപ്പൊ അതെന്ത് സംഭവിക്കും? അങ്ങനെ അവർക്ക് ചിന്ത വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സപ്പോർട്ടിങ് പേഴ്സൺസ് വേണം, അല്ലെ? പാരന്റ്സ് ആവാം, അത് ഫ്രണ്ട്സ് ആവാം, കസിൻസ് ആവാം, ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ സപ്പോർട്ട് പേഴ്സൺസ് ആരൊക്കെയാന്ന് ലിസ്റ്റ് ചെയ്യുക. അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക. എമർജൻസി സ്റ്റെപ്സ് എന്ന് പറഞ്ഞത് തുറന്നു പറയണം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ആരെ കോണ്ടാക്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇവർക്കൊരു ധാരണ ഉണ്ടാക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീൻ വേണം. ഉറക്കം, കൃത്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഷെഡ്യൂള്, ഡയറ്റ്, കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇതിനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു തെറാപ്പി എൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ഒരു പ്ലാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ പലപ്പോഴും കുട്ടികളുടെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഈ തെറാപ്പി സെഷൻസിന്റെ ഒക്കെ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെയായിരിക്കും, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇത് എല്ലാവരും ചെയ്യുന്ന ഇതിപ്പോ ഇത്ര വലിയ കാര്യമാണോ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വളരെ കോമൺ ആണ്. അപ്പൊ നമ്മൾ അത് വാലിഡേറ്റ് ചെയ്യും. ഓക്കെ, ഇമോഷൻ എനിക്ക് മനസ്സിലായി, ഇത് കോമൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക എന്നുള്ള ഒരു രീതി പോയത്. ഓക്കെ, നിനക്കിപ്പോ തോന്നി, മോനിപ്പോ തോന്നി, ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇതൊക്കെ ഭയങ്കര നോർമൽ ആണെന്ന്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അത് നോർമൽ അല്ലാന്ന് ചിന്തിക്കാൻ വല്ല സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. കുറച്ചും കൂടി റിഫ്ലക്റ്റീവ് ആയിട്ട് ചോദിക്കുക. അല്ലാതെ അത് തെറ്റാണ്, ഇത് നോർമൽ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കാനായിട്ട് നിൽക്കരുത്. ആ ഒരു രീതിയിൽ നമ്മൾ അവരുടെ ആ ഒരു നോർമലൈസ് ചെയ്യുന്ന ബിഹേവിയറിനെ
സ്റ്റോപ്പ് ചെയ്യിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. പിന്നെ കുറെ ജെൻഡർ എക്സ്പെക്ടേഷൻസ് ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവിടെയൊക്കെ വരുമ്പോ ഈ പെൺകുട്ടിയായിട്ടുള്ളത് ചെയ്യാൻ പാടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് പലരും മറച്ചു പിടിക്കുന്നൊക്കെ ഇത് ഇങ്ങനെ പുറത്തൊന്നും അറിയാൻ പാടില്ല, ഭയങ്കര കോൺഫിഡൻഷ്യൽ ആക്കി വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന കേസസ് ഉണ്ട്. അപ്പൊ അവരുടെ ഫാമിലി വാല്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായും റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. കുറെ സ്റ്റിഗ്മാസ് ഉണ്ട് ഇതൊരു കാര്യത്തില്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലോട്ട് വരുമ്പോഴേക്കും വരണം. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സൈക്കാട്രിസ്റ്റ് വേണം. ഡി അഡിക്ഷൻ വരുമ്പോഴേക്കും സ്കൂൾ കൗൺസിലറുടെ സപ്പോർട്ട് വേണം. ചെറിയ കുട്ടികളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അവിടെ പീഡിയാട്രീഷ്യൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മള് അപ്രോച്ച് ചെയ്തേ പറ്റുള്ളൂ. ദെൻ സോഷ്യൽ വർക്കേഴ്സ് വേണം. ഈ പറഞ്ഞ പോലെ ഒരു അവയർനെസ് പ്ലാൻ കൊണ്ടുവരാനും ട്രീറ്റ്മെന്റിനെ കോർഡിനേറ്റ് ചെയ്യാനും ഇവരെ മോണിറ്റർ ചെയ്യാനും ഒക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട്. സോ ഇത് ഒറ്റയ്ക്കുള്ള ഒരു പ്രോസസ് അല്ല, നമ്മൾ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കൗൺസിലിംഗ് വരിക എന്ന് പറയുമ്പോഴേക്കും. ബാക്കി എല്ലാവർക്കും ഇതിൽ റോൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് പ്ലാനുകളും കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിവെൻഷൻ പ്രോഗ്രാംസ് പല രീതിയിൽ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് നടത്താം. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇത് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഞാൻ ഇവിടെ നെറ്റ് പോകുമ്പോഴേക്കും തീർക്കാന്നുള്ളൊരു പേസിലാണ് പോകുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, നമുക്ക് വരുന്നത് പ്രിവെൻഷൻ പ്രോഗ്രാംസ് പല രീതിയിലാണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നുള്ള രീതിയിലാണ്. ഇത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴല്ലല്ലോ, മൊത്തത്തിൽ ഒരു ഓവറോൾ പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഈ പറഞ്ഞ പോലെ സ്കൂൾ അവയർനെസ് സെഷൻസ് വേണം, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേറ്റ് ചെയ്യണം, പാരന്റ് ട്രെയിനിങ് വർക്ക്ഷോപ്സ് കൊടുക്കണം. ഇതാണ് ശരിക്കും ആദ്യം വേണ്ടത്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഒക്കെ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടികള് അബ്യൂസിലോട്ട് എത്തുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഇനിയുള്ള കുട്ടികളുടെ അബ്യൂസ് തടയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. സ്കൂളുകളിൽ അവയർനെസ് കൊടുക്കുക, സ്കിൽസ് എഡ്യൂക്കേറ്റ് ചെയ്യുക, പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഹൈ സ്ക്രീനിങ് ഹൈ റിസ്ക് അഡോളസൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, തുടങ്ങിയിട്ടുണ്ട് ഇവര് സബ്സ്റ്റൻസ് യൂസ്, പക്ഷെ അഡിക്ഷനിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ ഇത് കണ്ടുപിടിച്ചു. ഇവിടെയാണ് നമ്മുടെ ഒരു സ്റ്റേജ് വരുന്നത്, ഇന്റർവെൻഷൻ കൗൺസിലിംഗ് എന്നുള്ളത്. സെക്കൻഡറി പ്രിവെൻഷൻ സ്റ്റേജ് ആണ്. ഇതും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റീഹാബിലിറ്റേഷൻ മാത്രമേ വഴിയുള്ളൂ. അഡ്മിറ്റ് ചെയ്യും, ഈ അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്ത് റീഹാബിലിറ്റേഷൻ സപ്പോർട്ടോടുകൂടി പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് പോസിബിൾ. അപ്പൊ നമ്മുടെ റോള് വരുന്ന ആ സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ഫസ്റ്റ് പ്രൈമറി പ്രിവെൻഷൻ, ഈ രണ്ട് ഏരിയയിലും നമുക്ക് റോൾ ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമുക്കൊരു സെൽഫ് കെയർ വേണം കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ബേൺ ഔട്ട് ആവാം. കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻസ് വേണം. കേസ് കൺസൾട്ട് ചെയ്യുമ്പോൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. ഇമോഷണലി ഹൈ ആവാനോ ഇതാവാനോ പറ്റില്ല. കാരണം ചെറിയ പിള്ളേരാണ്, ഒരു വലിയ ആൾക്കാരെ പോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുക. അപ്പൊ അവിടെ നമ്മുടെ മൊറാലിറ്റി കാര്യങ്ങൾ കയറി വരാതിരിക്കുക. കൗണ്ടർ ട്രാൻസ്ഫറൻസ്, ചിലപ്പോൾ നമുക്ക് സിമ്പത്തി ഓവറായിട്ട് തോന്നും കുട്ടികളോട്. അപ്പൊ അവരോട് ഒരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഒക്കെ ഹൈ ആയിട്ട് വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ പ്രൊഫഷണലി കീപ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാല് നമുക്ക് എംപതി വേണം, സ്ട്രക്ചർ വേണം, സ്കിൽ ട്രെയിനിങ് വേണം. ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് വരെ. ഇപ്പൊ ഞാൻ 1-2 കേസ് ഇവിടെ ഡിസ്കസ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ. ഒരാൾക്ക് വർക്ക് ചെയ്ത ട്രീറ്റ്മെന്റ് പ്ലാൻ ആയിരിക്കില്ല അടുത്ത ആൾക്ക് വർക്ക് ചെയ്യുന്നത്. ദെൻ മോട്ടിവേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അല്ലാതെ അവരെ കൺഫ്രണ്ട് ചെയ്ത് തെറ്റ് ഇങ്ങനെ സമ്മതിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. തുടക്കത്തിലേ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാല് ആ ഒരു അഡിക്ഷനിലേക്ക് പോവാതെ സഹായിക്കും. പക്ഷെ അഡിക്ഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, പോസിബിൾ ആയിട്ട് വരുന്നത്. 10 to 50, 30 മിനിറ്റ് ഡിസ്ട്രാക്ഷൻ ടാസ്കുകൾ ഏതൊക്കെ ഒരു ചാറ്റിൽ ഒരു ഡൗട്ട് ഉണ്ട്. അത് ഈ സൈക്ലിംഗ്, യോഗ, എക്സസൈസുകൾ, ഹോം വർക്കൗട്ടുകൾ, ദെൻ അവർ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോ പാട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ മ്യൂസിക്, പെയിന്റിങ്, ഡ്രോയിങ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം. പസിൽ ഗെയിംസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ ഒരു മെമ്മറി ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഗെയിംസുകൾക്ക് നമുക്ക് കൊടുക്കാം. ഏജ് ഒരുപാട് നേരം യൂസ് ചെയ്യരുത്, ഒരു 10 to 50 മിനിറ്റ്സ് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്
പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഇങ്ങനെ പുറത്ത് നടക്കാൻ പോവുക ഫ്രണ്ട്സിന്റെ കൂടെ. അതായത് ഇവര് നല്ലൊരു ഗ്യാങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നടക്കാൻ പോവുക. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യിക്കാം, ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യിക്കാം, മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ്, അങ്ങനെ അങ്ങനെ. ദെൻ അവർക്ക് ഇനിയിപ്പോ ചില കുട്ടികൾക്ക് ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യം ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ അഡിക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോഡിങ്ങിൽ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്കിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൈം ആക്കിയിട്ട് ഇതിനെ മാറ്റാം. ദെൻ ജേർണലിങ് ചെയ്യാം. ഉം, എന്താ പറയാ, ബുക്ക് വായിക്കാം. എല്ലാവരും അത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും, അറ്റൻഷൻ കോൺസെൻട്രേഷൻ അവർക്ക് കുറവായിരിക്കും. ഇൻ കേസ് ഇവർക്ക് അത് പറ്റുന്ന ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ ബുക്സ് വായിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ മാറിട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ ടെക്നിക്ക് ഉണ്ട് നമുക്ക് 10 to 15 മിനിറ്റ്സ് ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ടേ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോവാം. 1-2 കേസ് എനിക്ക് പറയാനുണ്ട്. ഇതിലെ പേര്, നാള്, വീട് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ, ചുമ്മാ വെറുതെ ഇട്ടിരിക്കുന്നതാണ്. ഇതില് ഇപ്പൊ ഈ ട്യൂഷൻ കുട്ടികളിലൊക്കെ കൂടി +1 സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെയൊക്കെ കൂടെ ഇറങ്ങി നടന്ന് ഈവനിങ് ട്യൂഷനൊക്കെ കഴിയുന്ന സമയത്ത് പലപ്പോഴും ഈ കന്നാബിസ്, കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ അച്ഛൻ നാട്ടിലില്ല, അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പാരന്റിങ് ആണ്. കാരണം അച്ഛൻ നാട്ടിലില്ലല്ലോ, അപ്പൊ എല്ലാ കുറ്റവും അമ്മയുടെ തലയ്ക്ക് വരും എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നതും വരുന്നതും ഒക്കെ കൃത്യമായിട്ട് ചോദിച്ച് വിളിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ്. ഇവനെങ്ങ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചീത്ത പറയും. മാർക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെയാണ് സ്കൂൾ കൗൺസിലർ റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇവനെ സംബന്ധിച്ച് ഇത് വലിയ ഇഷ്യൂ ഒന്നല്ല. എന്റെ ക്ലാസ്സിൽ വേറെ കുറെ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവന് ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതിന് കള്ളു കുടിക്കണ പോലെയൊന്നും അല്ലല്ലോ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യാം, കള്ളാണ് പ്രശ്നം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഓരോരുത്തർ വെറുതെ ചുമ്മാ വെറുതെ നമ്മളെ മുന്നിൽ ഷോ ഓഫ് ഇറക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഒരു ഘട്ടം നമ്മളൊരു 10 to 15 മിനിറ്റ്സ് എടുത്തിട്ട് തെറാപ്പിസ്റ്റും ആ കുട്ടിയും മാത്രമായിട്ട് നിന്നിട്ട് സംസാരിക്കാം. ആദ്യം കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് തെറാപ്പിസ്റ്റിനെ അങ്ങോട്ട് ചോദിക്കാം. ഈ പറഞ്ഞ പോലെ എന്താണ് കാരണം, എന്താണ് ചെയ്യുമ്പോൾ തോന്നുന്ന ഫീലിങ്സ്, എന്താണ്, എന്ത് മോട്ടിവേഷൻ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ റിലാക്സ് ആവുന്നുണ്ടോ, എന്തുകൊണ്ട് അത് യൂസ് ചെയ്ത്, പിയർ പ്രഷർ മാത്രമാണോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ, വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. തെറ്റാണ് ശരിയല്ല എന്നൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ആ രീതിയിലുള്ളത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ നിന്റെ യൂസ് അത്ര സീരിയസ് അല്ല, മറ്റുള്ളവരൊക്കെ ഇതിനേക്കാൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണല്ലേ പറയുന്നത്. അപ്പൊ ആ കുട്ടി എങ്ങനെയാണല്ലോ നമ്മളോട് പറഞ്ഞത്, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇതൊക്കെ വലിയ കാര്യമാണോ, ആ കുടിക്കണമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവനെ സംബന്ധിച്ച് ഇവൻ സ്മോക്ക് ചെയ്യാണല്ലോ, കഞ്ചാവടിക്ക് സ്മോക്ക് ചെയ്യുന്നു, അത് വലിയ പ്രശ്നമല്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും. പിന്നെ എന്റെ ക്ലാസ്സിൽ ഡെയിലി കുടിക്കുന്നവരുണ്ട്, ഞാനാണെങ്കിൽ വല്ലപ്പോഴേ ഉള്ളൂ. അപ്പൊ തെറാപ്പിസ്റ്റ് നോക്കി, ഓക്കെ ഇത് എന്താ യൂസ് ചെയ്യുന്നതിൽ എന്തുകൊണ്ടാ ഇഷ്ടം, ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ, ഇത് എന്തുകൊണ്ട് വീണ്ടും ചെയ്യാൻ തോന്നണേ, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പൊ അവർ പറയും ചിലപ്പോൾ സ്ട്രെസ്, ഇവിടെ മെയിനായിട്ട് സ്റ്റഡീസ് ആണ്, സ്റ്റഡി പ്രഷർ ആണ്, ഒരു വെറുതെ ആവശ്യമില്ലാതെ എപ്പോഴും അത്ര പഠിക്കുക ഇത്ര പഠിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. റെസ്റ്റ് ഓക്കെ, പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലേ, എന്താണ് പ്രഷർ വരാൻ ഇപ്പൊ കാരണം, അതിന് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായോ? അപ്പൊ പറയും അമ്മയ്ക്ക് ഡ്രസ് ഇല്ല, അമ്മ പഠിക്കാൻ പറയും, മാത്സിൽ മാർക്ക് കുറഞ്ഞു, അതൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിക്കാം, അപ്പൊ മാത്സിൽ മാർക്ക് കുറഞ്ഞു മാത്രമാണോ പ്രശ്നം, മാത്സിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോരോ ടോപ്പിക് എടുത്തിട്ട് ഇവരോട് ചോദിച്ചു, അവര് പറയുന്ന റെസ്പോൺസിനനുസരിച്ച് അതിൽ നിന്ന് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഇവിടെ നോക്കി നമ്മളിവിടെ ഡ്രഗ്സിനെ കുറിച്ച് അല്ല ടോപ്പിക്കേ ഡൈവേർട്ട് ചെയ്തു, അപ്പൊ അവര് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും, നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ എപ്പോഴും ഇത് എത്ര ദിവസം ഉപയോഗിച്ചു, എത്ര പ്രാവശ്യം ഉപയോഗിച്ചു, എന്തൊക്കെ ചെയ്തു, ആരൊക്കെ അത് നിങ്ങൾക്ക് കൊണ്ടുതരണം, ഇത് ലീഗൽ ഇഷ്യൂ ആണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാല് കുട്ടികൾ ഇരിക്കില്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് യൂസ് ചെയ്തു എന്ന് ചോദിച്ചു, പക്ഷെ അതിന് പുറകിലെ കാരണം വന്നപ്പോ പിന്നെ നമ്മൾ കുറെ കൂടി കാരണത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ MIയുടെ ഒരു രീതി. പറഞ്ഞാൽ അവർക്കിത് കാരണത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, ആ ഒരു റൂട്ട് കോസ് മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളായി ഇതൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കൺഫ്രണ്ടേഷൻ അവോയ്ഡ് ചെയ്യുകയും എമ്പതി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു. അതാണ് ഈ ഒരു രീതിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ സംസാരിക്കും. പക്ഷെ മറ്റേതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞാലോ സംസാരിക്കില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഇങ്ങനെ സിവിയർ കേസിലോട്ടൊന്നും പോവില്ല. ഇങ്ങനെ കുറയാൻ പിന്നെ CBT യൂസ് ചെയ്യാൻ പറ്റും, കോപ്പിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ആദ്യം ഈ MI കഴിഞ്ഞിട്ടാണെങ്കിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. പിന്നെ ഇപ്പൊ ഈ വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന, ജോയിന്റ് ഫാമിലിയാണ്. ഈ cousins ഒക്കെ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആണ് ഓക്കെ. അപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സിന് ഇവളെ പറ്റി ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻസ് ആണ്. പക്ഷെ ഈ കസിൻസിനെ വെച്ച് കമ്പാരിസൺ ഉണ്ട്. കസിൻസ് എന്താ വലിയ സംഭവം എന്നുള്ള കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആണ് കേട്ടോ. അപ്പൊ എന്താണ് കുട്ടിക്ക് വിചാരിക്കും അവരിതൊക്കെ ചെയ്യണ്ടല്ലോ, അവരെ പറ്റി നല്ല അഭിപ്രായമല്ലേ എല്ലാവർക്കും, അപ്പൊ പിന്നെ എനിക്കും ചെയ്യാലോ. സോ ആ ഒരു സംഭവം. അത് മാത്രമല്ല അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളില്ല, യൂസ്ലെസ് ആണ്, അങ്ങനെയൊക്കെയുള്ള തോട്ടുകൾ, ഭയങ്കര നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പക്ഷെ അങ്കിൾ ഇത് കണ്ടു, ഒരു ദിവസം ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടു, എല്ലാവർക്കും ചീത്ത കിട്ടും. പക്ഷെ ഈ കുട്ടി നമ്മളെ കൗൺസിലിങ്ങിന് വന്നു. അവര് കുറച്ചും കൂടി വലിയ പിള്ളേരാണ്, അഡൾട്ട്സ് ലെവലിലോട്ടൊക്കെ ആയി, ഇവര് അഡോളസെന്റ് ലെവലിലൊക്കെയാണ്. സോ ബയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഫാമിലിയിൽ തന്നെ ഈ കണ്ടുപിടിച്ച അങ്കിളിന് ഓൾറെഡി ഉണ്ട് ആൽക്കഹോൾ യൂസ് ഹൈ ആയിട്ട്. ആള് തന്നെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. ഇവര് വീട്ടിൽ തന്നെ അത്യാവശ്യം സ്റ്റോക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇവൾക്ക് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസി ആണല്ലോ. പിന്നെ ഒരു ജോയിന്റ് ഫാമിലിയാണ്, അവര് അവരുടെ കാര്യങ്ങൾ ഇത് അങ്ങനെയാണ്. പിന്നെ അഡോളസെന്റ് ഒരു ഫാക്ടർ, എക്സാം പ്രിപ്പറേഷനിൽ ഇഷ്യൂസ്, ഇതൊക്കെ ആദ്യമൊക്കെ ഈ സോഷ്യൽ ഗ്യാതറിംഗ് പതുക്കെ മാറിയിട്ട് ഈ പ്രഷർ വന്നപ്പോൾ അവൾ അവിടെ അടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, കസിന്റെ കൂട്ടുപിടിച്ചിട്ട്. അപ്പോഴാണ് പിടിക്കപ്പെടുന്നത്. കുട്ടിയുടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. പെർഫെക്റ്റ് ആയിരിക്കണം, ഫുൾ മാർക്ക് വാങ്ങിക്കണം. കാരണം കസിൻസ് ആണ് കമ്പാരിസൺ ലെവൽ. അവരൊക്കെ പതുക്കെ നല്ല സ്കോറൊക്കെ വാങ്ങിയ ഒരു സ്കൂളിൽ നിന്ന് പോയിട്ടില്ല. ഇവരൊക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പൊ ടീച്ചേഴ്സ് പറയുന്നുണ്ട്, പാരന്റ്സ് പറയുന്നുണ്ട്, ജോയിന്റ് ഫാമിലി ആണ്, എന്തായാലും ഇവിടെ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും. ആ ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് പെർഫെക്ഷനിസം ഹൈ ആണ്. ആ ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു വഴിയായിട്ട് എങ്ങനെയോ തോന്നി ആ കാൽക്കുലേഷൻ. ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹൈ അക്കാദമിക് പ്രഷർ ഒരു ഫാക്ടർ ആണ് ഇതില്. ഫാമിലിയുടെ കമ്പാരിസൺ, പിന്നെ ഓൾറെഡി ഈസി അവൈലബിൾ ആണല്ലോ സോഷ്യൽ ഗ്യാതറിങ്സിൽ, വീട്ടിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ പിന്നെ കുട്ടിക്ക് ഈസിലി അവൈലബിൾ ആണ്. അല്ലാതെ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ പെട്ടെന്ന്, ഇപ്പൊ ആൺപിള്ളേർക്ക് പിന്നെയും ആക്സസ് എളുപ്പമാണ് പുറത്തുനിന്നാണെങ്കിലും. ഈ ചേട്ടന്മാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിർത്തി ഒരു പുറത്ത് ഗ്രൗണ്ടില്. പെൺകുട്ടികൾക്ക് ഈ ആക്സസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് വീട്ടിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അവൾക്ക് എളുപ്പമായി. അല്ലാതെ പുറത്തൊരാളോട് പറഞ്ഞ് വാങ്ങിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രായത്തിലെ കുട്ടി എന്തായാലും ഷോപ്പിൽ പോയി വാങ്ങിക്കില്ല. വീട്ടിൽ തന്നെ ഓൾറെഡി കുടിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അങ്കിളൊക്കെ കുടിക്കുന്നതും അവരിവരൊക്കെ ഒന്നിച്ചിരുന്ന് ഗ്യാതറിങ്സിൽ വെള്ളം അടിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ട് അവൾക്ക് ഇതൊരു വലിയ പ്രശ്നമില്ല. ഒരു ടെമ്പററി റിലീഫ് കിട്ടും എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അപ്പൊ ശരിക്കും എക്സാം സ്ട്രെസ് ഒരു റീസൺ ആണ്, കമ്പാരിസൺ ഒരു റീസൺ ആണ്. ഇതൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് മോട്ടിവേഷൻ ഇന്റർവ്യൂവിങ് എന്തായാലും വേണം, CBT വേണം. കാരണം പെർഫെക്റ്റ് ആണ്, മുഴുവൻ മാർക്ക് വേണം, ഇത്ര ചെയ്യണം, അത്ര ആവണം, ഇങ്ങനെ ആവണം എന്നുള്ള അങ്ങേറ്റം ചെറിയ ചേഞ്ചസ് പോലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഭയങ്കര പെർഫെക്ഷനിസ് ആണ്. സോ CBT നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ദെൻ സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനിങ്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, റിലാക്സേഷൻ ടെക്നിക്കുകൾ കൊടുക്കണം. ഫാമിലിനെ സൈക്കോ എഡ്യൂക്കേഷൻ. ഒന്നാമത് ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ച് ഈ ആൽക്കഹോൾ യൂസൊക്കെ പാരന്റ്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ പലപ്പോഴും നോർമലൈസ് ചെയ്യാറുണ്ട്. ഇത് ആദ്യം സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം വേറൊരു കേസിൽ ഇതേപോലെ ഒരു കുട്ടീനെ അച്ഛൻ ഇപ്പൊ ഈ പ്രായത്തിലൊക്കെ അവൻ കുടിക്കുക. അപ്പൊ അവൻ എന്റെ മുന്നിൽ തന്നെ ചോദിച്ചു വരികയാണ്, അച്ഛൻ ചെയ്യാറില്ലേ, തീർന്നില്ലേ? പിന്നെ എന്ത് റോളാണ് അവർക്ക് അവിടെ പറയാനുള്ളത്? എന്ത് റൈറ്റ് ആണ് ഉണ്ടാവുക? നിങ്ങൾ ചെയ്യാറില്ലേ? സുഖങ്ങൾ വരില്ലേ എന്ന് അച്ഛൻ ഉപദേശിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് വരില്ലേ, നിങ്ങൾ ചെയ്യാറില്ലേ എന്നുള്ള ചോദ്യം വരും. സോ ഫാമിലിനെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക. ദെൻ അക്കാദമിക് പ്രഷറിൽ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഈ കമ്പാരിസൺ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. ഇത് ആൽക്കഹോൾ യൂസ് മാത്രമല്ല കേട്ടോ, പല കുട്ടികളെ സൂസൈഡ് ചെയ്യാനും, പല കുട്ടികളുടെ മാർക്ക് കുറഞ്ഞവര് അങ്ങേയറ്റം ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള സിറ്റുവേഷനിലേക്ക് പോകാനും ഒക്കെ ഈ ഒരു അക്കാദമിക് പ്രഷറും കമ്പാരിസണും കാരണമാവുന്നുണ്ട്. സോ എപ്പോഴും കുട്ടികളുടെ കേസ് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്, ആങ്സൈറ്റി കേസിലൊക്കെ എപ്പോഴും ഉണ്ടാവും ഇത്. ഇവൾക്കും ആങ്സൈറ്റി ആണ്, പക്ഷെ അവള് തന്നെ ഒരു നെഗറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി കണ്ടുപിടിച്ചു. വീട്ടിൽ ഇത് കിട്ടുന്നതുകൊണ്ട്
അതങ്ങ് യൂസ് ചെയ്യാം. ആക്ച്വലി കുട്ടിയുടെ ഇഷ്യൂ ആൻസൈറ്റി ആണ്. എക്സാം ആൻസൈറ്റി പ്ലസ് ഈ പെർഫെക്ഷനിസം ആണ് മെയിൻ പ്രശ്നം. അതിന്റെ എന്തിലോട്ട് ചെന്നെത്തി? സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് ചെന്നെത്തി എന്നുള്ളതാണ്. സോ ഇവിടെ പിന്നെ റിലാപ്സ് പ്രിവെന്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നേരത്തെ പറഞ്ഞൊരു കേസ് ഇല്ലേ, അമലിന്റെ കേസിൽ, അവിടെ മോട്ടിവേഷൻ ഇന്റർവ്യൂവിന് മാത്രമല്ല റിലാപ്സ് പ്രിവെന്റ് ചെയ്യണം. കാരണം ട്യൂഷനൊക്കെ കഴിയുന്ന സമയത്ത് ഒരു 8-8:30 വരെയൊക്കെ ഇവരിങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പ്ലേ ഗ്രൗണ്ടിൽ വരും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഫെസ്റ്റിവല് കാര്യങ്ങളൊക്കെ വരുമ്പോ എപ്പോഴും ഇങ്ങനെ പുറത്തുപോയി കറങ്ങി ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെയാണ് ഈ പ്രായത്തിലെ കുട്ടീനെ തിരിച്ചു വരുന്നത്. സോ അവിടെ ഒരു ചീത്ത പറയും, തിരിച്ചു വരുമ്പോ കുറെ ചീത്ത പറയും, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അവരവിടെ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ കുട്ടി സ്റ്റോപ്പ് ചെയ്താലും വീണ്ടും ഈ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. കുട്ടീനെ നമുക്ക് വീട്ടിനുള്ളിൽ അടച്ചിടാനൊന്നും പറ്റില്ല, ട്യൂഷൻ വിടാതിരിക്കാൻ പറ്റില്ല, ഫെസ്റ്റിവലിന് പോകണ്ടെന്ന് പറയാൻ പറ്റില്ല, ജയിലിലിട്ടൊന്നും നമുക്ക് വളർത്താൻ പറ്റില്ല. അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങി ഇതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ പോകുമ്പോ അവിടെയുള്ള റിസ്ക് എന്താ വെച്ചാല് ഫ്രണ്ട്സിനെ കാണുമ്പോൾ ടെൻഡൻസി വരും, ചിന്ത വരും, ഓക്കെ ഒരു വട്ടം കൂടി ചെയ്യാം. ദെൻ ഈവനിങ് സ്റ്റഡി ടൈം സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം ഇത്രയും നാളിങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് മാനേജ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തണം. ഫ്രണ്ട്സിനെ കാണുമ്പോ സ്വയം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂഷൻ കഴിയുമ്പോൾ വീട്ടിലേക്ക് പോവാം. കറങ്ങി നടക്കുന്നതിന് പകരം എന്താണോ താല്പര്യം, ഇനി ഫുട്ബോൾ താല്പര്യം അപ്പൊ അങ്ങനത്തെ പ്രാക്ടീസോ കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും കസിൻ ബ്രദറിനെയോ ഫാമിലി മെമ്പറിനെ വിളിക്കുക. ഇങ്ങനത്തെ ടെൻഡൻസി വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള വഴിയാക്കുക. ദെൻ 4-7-8 ബ്രീത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ടെക്നിക്കോ റിലാക്സേഷൻ ടെക്നിക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതാക്കുക. പ്ലേ ഗ്രൗണ്ടിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നതിന് പകരം പ്ലേ ഗ്രൗണ്ടിൽ എന്തിനായിരുന്നു പഠിക്കുന്നത്? പ്ലേ ഗ്രൗണ്ട് പഠിക്കാനുള്ള സ്പേസ് അല്ലല്ലോ. ലൈബ്രറിയിലോ റൂമിലേക്കോ അത് ഷിഫ്റ്റ് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി മാറ്റാം. ഇങ്ങനെയുള്ള വഴികൾ ചൂസ് ചെയ്യുക. അപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടന്ന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് പകരം കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ കുറെ നാള് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫോക്കസ് പതുക്കെ പഠനത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. പിന്നെ ഉറപ്പായിട്ടും മദറായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ വേണം. കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് എപ്പോഴും ഒച്ചയെടുത്ത് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരൊന്നും കേൾക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അവരും അതേ വേയിൽ റിയാക്ട് ചെയ്യും. സോ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് അമ്മയ്ക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്കൂൾ കൗൺസിലറുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. സ്കൂളിൽ ഈ നമ്മുടെ അടുത്ത് നിന്നുള്ളത് സ്റ്റോപ്പ് ചെയ്താലും ഇടയ്ക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് ഈ പറഞ്ഞ കൗൺസിലിംഗ് ഇടയ്ക്കൊക്കെ നോക്കുക, അവരുടെ ഒരു അപ്ഡേറ്റ്സ് എടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കുട്ടിയോട് നമ്മൾ ഓർമ്മിപ്പിക്കുക എമർജൻസി പ്ലാൻ പറഞ്ഞ ഉറപ്പായിട്ടും ചിന്ത വരും, അതൊക്കെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അത് ഫെയിലിയർ ആയിട്ടോ തെറ്റായിട്ടോ കാണേണ്ട കാര്യമില്ല, ഗിൽറ്റ് വരേണ്ട കാര്യമില്ല, സെൽഫ് ബ്ലെയിമിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ട്രിഗർ ആയെന്നുള്ളത് നോട്ട് ചെയ്യുക. സ്കൂൾ കൗൺസിലറെയോ അല്ലെങ്കിൽ പാരന്റിനെയോ അറിയിക്കുക. പാരന്റിനെക്കാളും അറിയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കൂൾ കൗൺസിലറെ അറിയിക്കുക. ആ പിയർ ഗ്രൂപ്പിനെ കാണുമ്പോഴാണ് ആ ടെൻഡൻസി വരുന്നതെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുറച്ച് നാളത്തേക്കാണ്, എമർജൻസി പ്ലാൻ ആണ്, സ്ഥിരമല്ല. എന്നിട്ട് കൗൺസിലർ അയച്ച് വീണ്ടും കുറച്ച് നാളും കൂടി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. ദാറ്റ് ഈസ് എമർജൻസി പ്ലാൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. റിലാപ്സ് എപ്പോഴും എന്തായിട്ട് എടുക്കുക? ഒരു സൈൻ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ പാരന്റ്സ് ഇമോഷൻ കൊണ്ടുവരും. നമ്മൾ പാരന്റ്സിന് ഒരു സെഷൻ കൊടുക്കണല്ലോ. അപ്പൊ ഇവിടെ അമ്മയുടെ ഒരു കാഴ്ചപ്പാട്, അമ്മയുടെ കേസിൽ അച്ഛൻ ഗൾഫിലാണ്, ഇവനിങ്ങനെ വേസ്റ്റ് ചെയ്യുക അവന്റെ ലൈഫ്, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത അവരുടെ കൺസേൺ ആണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ദേഷ്യം, വാശി അല്ലെങ്കിൽ ഭയങ്കര പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു കൺസേൺ അല്ലെങ്കിൽ പേടിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പാരന്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നുണ്ട്, കാലങ്ങളായിട്ട് നമ്മൾ സോഷ്യലി കണ്ടീഷൻഡ് ആണ്. നമ്മൾ കണ്ടു വളർന്ന എന്താ, എന്തെങ്കിലുമൊക്കെ പിള്ളേർ ചെയ്യണ കണ്ട ചീത്ത പിടിക്കണം, അടിക്കണം, സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം, എന്നാലേ പിള്ളേരെ കയ്യിൽ കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചത്. സോ അപ്പൊ നമ്മൾ പാരന്റ്സിന്റെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തയാണെന്നുള്ളതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. നമ്മൾ സ്കോൾഡ് ചെയ്യും തോറും അവർ സീക്രസി വേണ്ടിവരും. അഡോളസെന്റ് ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ പറ്റി, കാം സ്ട്രക്ചർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ളതിനെ പറ്റിയൊക്കെ നോക്കണം. പിന്നെ സ്റ്റിഗ്മാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ധാരണ കൊടുക്കുക എന്നുള്ളതാണ്. യൂസ്ലെസ് എന്നൊക്കെ പറയുന്ന, ഇനി ഒന്നിനും കൊള്ളില്ല എന്നുള്ള വാക്കുകൾക്കൊക്കെ പകരം അല്ലെ, മാർക്സ് കുറയുന്ന കാണുമ്പോൾ ടെൻഷൻ ഉണ്ടെന്നോ പേടി തോന്നുന്നുണ്ടോ ആ രീതിയിലുള്ള
ഒരു ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള സംസാരങ്ങൾ ട്രെയിൻ ചെയ്യിക്കാം. ഇത് ഒന്നിച്ച് ഇവരെ ഇരുത്തി നമുക്ക് റോൾ പ്ലേ ഒക്കെ ചെയ്യിക്കാം. കുട്ടി ഒന്ന് അഡിക്ഷൻ എന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങി ഒന്ന് കാമാവുന്ന സ്റ്റേജിൽ ഇവരെ രണ്ടുപേരും ഇരുത്തി റോൾ പ്ലേ ചെയ്യിക്കാം. എങ്ങനെയാണ് ഇമോഷൻസ് തുറന്ന് പറയാ, കുട്ടിയോട് പറയാ, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അമ്മയെ കൊണ്ട് പറയിക്കുക. അമ്മ തെറ്റായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കൂ, അപ്പൊ അവൻ എന്താ ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു നോക്കൂ എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ തന്നെ ഇരുത്തി റോൾ പ്ലേസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫാമിലി തെറാപ്പിയിലൊക്കെ നോർമലി ചെയ്യിക്കുന്ന സാധനമാണ് റോൾ പ്ലേ. റോൾ പ്ലേ ഇനാക്ട് ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ പറ്റും. ദെൻ ഒരു ഫിക്സഡ് ടൈം മോണിറ്റർ ചെയ്യുക, ട്യൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്, ഫാമിലി ഡിസ്കഷൻസ്, അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാധാന്യം കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു മാനേജ് ചെയ്യുക. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് എടുക്കുന്ന ഒരു പ്രോസസ്സും അല്ല, മാസങ്ങളോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പലപ്പോഴും ഇപ്പൊ എന്താ പറയാ, ഇത് സിവിയർ കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അക്കാദമിക്സ് ആ വർഷമൊക്കെ പോകും. കാരണം ഇവർക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ പോകേണ്ടി വരും, റീഹാബിലിറ്റേഷൻ വേണ്ടി വരും. പിന്നെ ചില സ്കൂളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ വേറൊരു സൈഡാണ്. ഇവിടെയൊക്കെ നമ്മൾ ഹെൽപ്ലെസ് ആണ്. ഇപ്പൊ ഇവരെ തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രൈവറ്റ് സ്കൂളുകളിലോട്ട് വരുമ്പോഴേ എടുക്കാത്ത കേസൊക്കെ ഉണ്ട്. പിന്നെ ആ ഇയർ ഡ്രോപ്പ് ചെയ്ത് പിന്നെ വേറെ അടുത്ത് അഡ്മിഷൻ നോക്കുക എന്നുള്ള പ്രോസസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെ ചിലപ്പോൾ അത് അഫക്ട് ചെയ്യാം. അതിലും കൂടെ നമ്മൾ ഒരു ഇത്തരം പേഴ്സണൽ കൺസേൺസിലേക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതൊക്കെ നമ്മൾ അറിയില്ലേ, ഓരോരുത്തരിലും ഡിഫറെന്റ് ആണ്. ചിലവരെ ഇതൊന്നും അഫക്ട് ചെയ്യില്ല, ചിലവർക്ക് ഇതൊക്കെ അഫക്ട് ചെയ്യും. അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ നമ്മുടെ ഇന്റർവെൻഷൻസ് മാറും, മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. എല്ലാം കംപ്ലീറ്റ് തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് പോവാന്നുള്ളത് ചില സമയത്ത് പോസിബിൾ ആകും. ദെൻ വേറെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉള്ള ഒരു കേസാണ്. ഇത് ഒരു +2 കുട്ടിയാണ്, എഞ്ചിനീയറിംഗിലോട്ട് പോയില്ലെങ്കിൽ ലൈഫ് തീരും എന്നുള്ളത് കാര്യം. അങ്ങനത്തെ കുറെ ചിന്ത, കുറെ നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ നെഗറ്റീവ് തോട്ട്സ് ഏത് ടൈപ്പാന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതായത് കറ്റാസ്ട്രോഫൈസ് ചെയ്യുന്നതാണോ, മൈൻഡ് റീഡിംഗ് ആണോ, ലേബലിംഗ് ആണോ, ഓവർ ജനറലൈസേഷൻ ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറെ കൂടി ഫോക്കസ് ചെയ്യണം. ഏത് രീതിയിലാണ് ഇവരുടെ ചിന്തകൾ പോകുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ CBT, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ CBT കൊടുക്കും. CBT കൊടുക്കുമ്പോൾ എന്താ, നമുക്കൊരു നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസ്, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരും. ദെൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് നോർമലി നടക്കുക. സോ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിന് കുറെ CBTയുടെ ടെക്നിക്സ് നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് യൂസ് ചെയ്യാം. തോട്ട് റെക്കോർഡ് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് CBTയിലോട്ട് വരുമ്പോഴേക്കും തോട്ട് ബാലൻസ് ചെയ്യാനൊക്കെ. ഇത്രയാണ് നമ്മളൊരു നോർമൽ ഒരു അപ്രോച്ച്. ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ തന്നത്, നിങ്ങൾക്ക് അറിയാം. പിന്നെ ഓരോ ടെക്നിക്കും എടുത്ത് പറയാൻ നിന്നാൽ നമുക്ക് ഒരു ദിവസം ഒന്നും മതിയാവില്ല, അല്ലെങ്കിൽ ഒരു 1 hour പോലും മതിയാവില്ല. പക്ഷെ ഒരു ഓവറോൾ ഐഡിയ, നമുക്ക് CBT കൊടുക്കാൻ പറ്റും, മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും, റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അതായത് നമ്മൾ മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. സൈക്കാട്രി വേണം, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റുകൾ വേണം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിന് സപ്പോർട്ട് വേണം, പാരന്റ്സ് കോപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം കൊളാബറേറ്റീവ് ആയിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ കേസിനനുസരിച്ച് നമുക്ക് സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും. ഇവിടെ റിലാപ്സ് പ്രിവെൻഷൻ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇവര് ആ ഒരു മൊമെന്റിൽ മാറും, പക്ഷെ ഇവര് വീണ്ടും അവിടുന്ന് പോയി റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയി സോഷ്യൽ സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ വീണ്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടും. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും. ഇത് ഏറ്റവും വലിയ പ്രശ്നം എത്തിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഈ പറഞ്ഞ പോലെ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് വളരെ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ സ്കൂളിൽ നിന്നാണ് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ കയറ്റാത്തത്, അങ്ങനത്തെ ഇഷ്യൂസ് വരും. ദെൻ കമ്മ്യൂണിറ്റിയിൽ പൊതുവെ ഈ കുട്ടികളുടെ ഡി അഡിക്ഷൻ ഒക്കെ പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാണക്കേട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കനാബിസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ലീഗൽ ഇഷ്യൂസ് വരും, അല്ലെ? അവർ സൂക്ഷിക്കുന്നവരാണ്. അവന്റെ കയ്യിലില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ സ്കൂളിൽ തന്നെ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, സ്കൂളിൽ നിന്നൊക്കെ കണ്ടെത്തുന്ന കേസസിൽ. പിന്നെ അവരത് നേരിടേ വഴിയുള്ളൂ, നമുക്കൊന്നും അതിൽ റോളില്ല. നമ്മുടെ സൈഡിൽ വരുമ്പോൾ ഒരു എന്താ പറയാ, അവരുടെ ആ റിലാപ്സ് സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജെൻഡർ ബേസ്ഡ് സ്റ്റിഗ്മാസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ ഒരു പെൺകുട്ടിയുടെ കേസ് ഉണ്ടായിരുന്നു കേട്ടോ.
സോഷ്യൽ കോൺസിക്വൻസസ്. ഇപ്പൊ ഒരു ആൺപിള്ളേരാണെങ്കിൽ അവരത് പറ്റിപ്പോയി എന്നുള്ള രീതിയിലായിരിക്കും പറയാം. അവര് തന്നെ പറയും, ഇത്രയൊക്കെ കുട്ടിയില്ലാത്ത സമയത്ത് അവർ പറയും ആൺപിള്ളേരല്ലേ, അതൊക്കെ പറ്റിപ്പോകും. പക്ഷെ ഇനിയിപ്പൊ ഇത് സ്ഥിരമാക്കിയാലാണ് പ്രശ്നം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന പാരന്റ്സ് ഉണ്ട്. പക്ഷെ പെൺകുട്ടികൾ ഇതിലൊന്നും പോയി പെടാൻ പാടില്ല. അവർക്കൊന്നും സംഭവിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്ത കാര്യമാണ് ചെയ്തത് എന്നുള്ള രീതിയിലായിരിക്കും ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ, നമ്മുടെ ഈ ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യും, ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളത്. ഇവിടെ ഞാൻ വെറുതെ കുറച്ച് ചോദ്യങ്ങൾ എഴുതിയതാണ്. ഈ പാരന്റ് ഇപ്പൊ ഇവിടെ വന്നൊരു കേസിലുള്ള മെയിൻ ഇഷ്യൂസ് ഇതായിരുന്നല്ലോ. ഒന്ന് അക്കാദമിക് പ്രഷറും ഒന്ന് ഗൾഫ് പാരന്റ് സെപ്പറേഷൻ ആയിരുന്നു. ഇത് എത്രത്തോളം നോർമൽ വേറെ കേസസിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തായിരിക്കും ഈ ഗൾഫിൽ ഒരാള് നാട്ടിലും ഇവരുടെ പാരന്റിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്? ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരേണ്ട ഒരു ആൻസർ ആണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ അമലിന്റെ കേസിൽ അച്ഛൻ ഗൾഫിലാണ്, അമ്മയാണ് നോക്കുന്നത്? അത് എങ്ങനെയായിരിക്കും ശരിക്കും അവനെ അഫക്ട് ചെയ്തിട്ടുണ്ടാവുക ഇൻ റിയാലിറ്റി? എന്റെ ഒരു സൈക്കോ സോഷ്യൽ ഫാക്ടർ എന്തായിരിക്കും? അഡോളസന്റ് ടൈമില് ബോയ്സിനാണെങ്കിൽ എസ്പെഷ്യലി ഫാദറിന്റെ സെപ്പറേഷൻ അത്രയും ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ പല കാര്യങ്ങളും അവർ മദറിന്റെ അടുത്ത് പറയാൻ പഠിക്കും. എസ്പെഷ്യലി ബോയ്സ്, അവന് ബോയ് അല്ലേ, അപ്പൊ അത് പറയാൻ പഠിക്കും. അപ്പൊ അവന്റെ അച്ഛനെ അവിടെ മിസ് ചെയ്യുന്നുണ്ടാവും. പല കാര്യങ്ങളിലും അവൻ അച്ഛനെ കമ്പയർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില കുട്ടികളാണെങ്കിൽ അച്ഛനുമായിട്ട് അച്ഛൻ ചെയ്യുന്ന പല കാര്യങ്ങളും കോപ്പി ചെയ്യുന്ന കുട്ടികളാണ്. അവരുടെ ഒരു മാനർസ് എല്ലാ കാര്യങ്ങളും. അപ്പം അമ്മയോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണാം, അപ്പൊ അച്ഛനോട് പറയാൻ പറ്റുന്നില്ല. അതൊരു വൺ ഓഫ് ദ റീസൺസ് ആയിരിക്കാം. പിന്നെ അപ്പൊ അവന് പിന്നെ പിയർ സപ്പോർട്ട് ചിലപ്പം കുറവായിരിക്കാം. മീൻസ് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ എല്ലാ അമ്മയുടെ അടുത്ത് അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ ബ്ലെയിം ചെയ്യും, കുട്ടിയെ അല്ലെ കമ്പയർ ചെയ്യും. അപ്പൊ അതൊന്നും അവനങ്ങോട്ട് ടോളറേറ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അത് ഒരു റീസൺ ആണ്. പിന്നെ അവന് ഇത് എന്ത് ചെയ്താലും ഇനി അച്ഛന്റെ എന്തായിരിക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, അമ്മ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അച്ഛന് അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്യുമോ, ഇതൊക്കെ ഇവൻ ചിന്തിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല പല റീസൺസ് ഈ കുട്ടിയുടെ ഉള്ളിൽ റൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ യെസ്, ഓക്കെ. അശ്വതി മാം എന്തോ പറയാമോ? പറഞ്ഞോളൂ. അതെ, അല്ല അച്ഛൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അമ്മ ഓവർ ആങ്ഷ്യസ് ആയിരിക്കും. അമ്മ തന്നെ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കില്ല. ഇപ്പൊ കുട്ടിയുടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനും അക്കാഡമിക്കലി കുട്ടിയെ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇമോഷണൽ ബാലൻസ് അമ്മയ്ക്ക് ഉണ്ടാവില്ല. അതും ഒരു റീസൺ ആണ് കുട്ടീനെ. അതെ, അമ്മയുടെ ഒരു വലിയൊരു കൺസേൺ ആണ്. അച്ഛനില്ലാത്തപ്പോ കുട്ടി വഴുതെറ്റ് പോയി അമ്മയ്ക്കാണല്ലോ കംപ്ലൈന്റ് വരിക. അതുകൊണ്ടാണ് അവർ മാക്സിമം സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചത്. പക്ഷെ ആ മാക്സിമം സ്ട്രിക്ട്നെസ് ആണ് എന്ത് ചെയ്തത്, വീണ്ടും പ്രശ്നമാക്കിയത് എന്നുള്ളത്. അതൊരു ഫാക്ടറാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇനി അക്കാദമിക് പ്രഷർ, നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാനാണ്. ഇത് ആക്ച്വലി വലിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, കുറെ ഇഷ്യൂസ് ഉണ്ട് ഇതില്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അക്കാദമിക് പ്രഷേഴ്സ് എത്രത്തോളം ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങൾക്ക് ഇതിന് കേസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്റേൺഷിപ്പോ എന്തെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം. ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ശരിക്കും പറയാനാണ് ലൈവ് കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാര്യം ഇവരെ അവിടെ കൊണ്ടുവരുന്ന മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിനെ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ ECT കൊടുക്കും. ECT കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും ഭയങ്കര വയലന്റ് ആയിട്ടായിരിക്കും. ഇവർ കാറിൽ നിന്ന് ഇറങ്ങി ഓടും, അവിടെ എത്തുന്നതിന് മുമ്പ് ഇവർ ഓടും. എങ്ങനെ അവരെ ചെയ്താലും അവർ നിൽക്കത്തില്ല. അപ്പം ഡോക്ടർ ഓടി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, കൊണ്ടുവരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവർ പല രീതിയിലൊക്കെ കെട്ടിയൊക്കെ ആയിരിക്കും, കൈയൊക്കെ കെട്ടിയായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം തോർത്ത് വെച്ച് കെട്ടാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കൈയുടെ ബാക്ക്, എങ്കിലേ ഇവര് കൂടുതലും പ്രശ്നം ഉണ്ടാക്കാതിരിക്കും. പിന്നെ ഈ ECT കൊടുത്ത പേഷ്യൻസ് ആണ്, ക്ലയൻസ് ആണ് അവിടെ ഉള്ളത് കൂടുതൽ. അപ്പൊ ഞങ്ങളെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൗൺസിലിങ്ങിന് അവിടെ വിടുന്ന ടൈമിൽ ഞാൻ കണ്ട ഒരു കാര്യം വെച്ചാൽ, ഇവർ ഈ പറയുന്ന പോലൊന്നും അല്ല, ഇവിടെ കൂടുതലും പെൺപിള്ളേരാണ് അവിടെ വരുന്നത്. അതായത് ഇവരെ പുറത്ത് എഡ്യൂക്കേഷന് വിടും, പഞ്ചാബ് അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ. അപ്പൊ അതിലൊരു കുട്ടി അറിഞ്ഞ കാര്യമാണ്. ആ കുട്ടി ഇങ്ങനെ അവിടെ പോയി, അവിടെ ചെന്നപ്പം ഇവളുടെ കൂടെ ഒരു ബാച്ച്മേറ്റ് ആയിരുന്നു, ഇവൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഈ കുട്ടിയെ. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായി. ഒടുവിൽ ഇവര് ഒരു വെക്കേഷന് നാട്ടിലോട്ട് പോകുന്നത്, ഇവൻ തന്നെ ട്രെയിൻ ബുക്ക് ചെയ്തു,
അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ട്രെയിൻ ഡിലേ ചെയ്തെന്ന് ഇവൻ പറഞ്ഞു. എന്നിട്ട് ക്യാൻസൽഡ് ആയി. നമുക്കൊരു ഒരു ഹോട്ടലിൽ എങ്ങാണ്ട് റൂം എടുത്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഇവൻ മാത്രമല്ല കുറേ പേരുണ്ടായിരുന്നു സെക്ഷലി അബ്യൂസ് ചെയ്തു ഈ കുട്ടിയെ. അപ്പൊ അങ്ങനെ ഈ കുട്ടി ഭയങ്കര ഒരു ട്രോമയിലായി. പിന്നെ കാര്യം ഇവൾക്ക് ഡ്രഗ്സ് കൊടുത്തു ഇവളെ ശരിക്കും അങ്ങനെ എന്നിട്ട് ഇവൾക്ക് അപ്പോഴത്തേന് ഇവൾ എഴുന്നേറ്റപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇവൾക്ക് എല്ലാം ലോസ്റ്റ് ആയെന്നുള്ളത് ഇവൾക്ക് മനസ്സിലായി. അങ്ങനെ കൊച്ചു ഭയങ്കര ഒരു ട്രോമയിലോട്ട് പോയി. അത് ഈ പറഞ്ഞ പോലെ കേസ് ഇവരൊരു മിഡിൽ ക്ലാസ്സിലും താഴെയുള്ള ഒരു ഫാമിലിയിലായിട്ടായിരുന്നു. പക്ഷെ BSc നഴ്സിംഗിന് പഠിക്കാൻ വിട്ടതാണ് പുറത്ത്. അങ്ങനെ ഈ കുട്ടി അപ്പൊ ഇവര് ഞങ്ങൾ കൗൺസിലിംഗ് ചെല്ലുന്ന ടൈമിലാണ് ഇവളാണെങ്കിൽ തീരെ ഇവരെല്ലാം ഒരു സെഡേറ്റീവ് മൂഡിലാണ്. ഇവര് എന്ന് വെച്ചാൽ ലിമിറ്റ് ചെയ്യും കോൺവെർസേഷൻ. ഇവരങ്ങനെ അധികം ഒന്നും നമ്മളടുത്ത് സംസാരിക്കത്തില്ല. നമ്മൾ സിമ്പിൾ കാര്യങ്ങളായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ അവര് അധികം പറയും അങ്ങനെയാണ്. പിന്നെ ഇവരുടെ ഇവർ ഐ കോണ്ടാക്ട് അധികം തരത്തില്ല. എപ്പോഴും ഇവര് വേറെ ഇങ്ങനെ ഡ്രീം എന്തോ ഒരു. പിന്നെ ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് ഹാലൂസിനേഷനും ഡെലൂഷനും ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. ഈ ഡ്രഗ് യൂസ് ചെയ്ത് ഉണ്ടാവും. ഇതിൽ കൂടുതലും ഈ യങ്സ്റ്റേഴ്സ്, ഈ അഡോളസൻസ്, ഈ വരുന്ന കേസുകളെല്ലാം ഇങ്ങനത്തതാണ്. അക്കാഡമിക് പ്രഷർ, അല്ലെ ബ്രേക്കപ്പ് ആയ കേസുകൾ, സെക്ഷലി അബ്യൂസ് ആയിട്ടുള്ള കേസുകൾ, ഇവരെല്ലാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ലീഗൽ മാറ്റേഴ്സ് ഹൈ ആയിരിക്കും ഇവിടെയൊക്കെ. ഉണ്ട്. കാരണം ഇത് ഹോസ്പിറ്റൽ ആൻഡ് സൈക്യാട്രിക് ഹോസ്പിറ്റൽ അല്ലേ. അപ്പൊ ഡോക്ടർ ഫസ്റ്റ് ഇങ്ങനെ വരുന്ന കേസ് ആയതുകൊണ്ട് ECT കൊടുത്തതിന് ശേഷം മാത്രമാണ് പിന്നെ ഇവരെ ഒന്ന് കാം ഡൗൺ ആക്കുന്നത്. പക്ഷെ പേരൻസിന്റെ അടുത്ത് പറയത്തില്ല ECT കൊടുക്കുന്നുള്ളത്. കാരണം സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാൻ അവിടെ സൈക്കോളജിസ്റ്റുകളുണ്ട്. അത് അങ്ങനത്തെ പേരൻസിനോട് മാത്രമേ പറയുള്ളൂ. അവിടെ യൂസ് ചെയ്യുന്ന ടേംസ് എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ECT കൊടുത്തു കഴിയുമ്പോഴത്തേന് ആള് ഡ്രൗസി ആവുമല്ലോ, ഓൾറെഡി അങ്ങ് അൺകോൺഷ്യസ് ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വേക്കപ്പ് ആവും. അപ്പം സെഡേഷനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഇവരുടെ അടുത്ത് പറയാറുള്ളൂ, പേരൻസിന്റെ അടുത്ത്. കാര്യം കാരണം ഡോക്ടർ പറയുന്നത് ECT എന്ന് പറയുന്ന ബ്രെയിനിനെ ശരിക്കും പറയാൻ സ്റ്റിമുലേറ്റ് ചെയ്ത ഒരു ഇതിൽ വരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ECTയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. പണ്ടത്തെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഹൈ ലെവലില് അങ്ങനെ അല്ല. ഇപ്പൊ നമുക്ക് മോഡിഫൈഡ് ECTs ആണ് സൈക്യാട്രീസിൽ യൂസ് ചെയ്യുന്നത്. വളരെ മൈൽഡ് ഫോമില് ബ്രെയിൻ വേവ്സിനനുസരിച്ചാണ് ECTs പോകുന്നത്. അതും ഇത്രയും വയലന്റ് കേസസ് ആകുമ്പോൾ മാത്രമാണ് അത് യൂസ് ചെയ്യുള്ളൂ, ലീഗൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്. കാരണം നമുക്ക് വേറൊരു ഓപ്ഷനേ അവിടെ ഇല്ലാത്ത കേസസിൽ മാത്രമാണ് നമുക്ക് ECT യൂസ് ചെയ്യാൻ റൂൾ ഉള്ളത്. അങ്ങനത്തെ കേസസിൽ മാത്രമേ എടുക്കുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അവർക്കത് റിസ്ക് ആണ് എന്നുള്ളത് അവർക്കും അറിയാം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കേസസ് ഇപ്പൊ 1 or 2 വട്ടമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് ശീലമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ വർക്കാവും. അല്ലാത്ത കേസസ്, സിവിയർ കേസസ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ വേണം, ഡി അഡിക്ഷൻ സെന്ററിലോട്ട് നമുക്ക് വിടേണ്ടി വരും. പിന്നെ സൈക്യാട്രിസ്റ്റ് ആണ് അത് ഹാൻഡിൽ ചെയ്യുക. ഇനി ഇവർ കാമായി കുറെ കഴിയുമ്പോഴേ പതുക്കെ, അതായത് എന്താ പറയുക, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്താറാകുമ്പോഴാണ് ഈ റിലാപ്സ് പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ അടുത്തേക്ക് എന്ത് വിടുള്ളൂ, കൗൺസിലിംഗിലുള്ളൂ. സിവിയർ കേസസ് ഇവർ സ്റ്റോപ്പ് ചെയ്ത് നിന്ന് മെഡിസിൻ ഒക്കെ എടുത്ത് നോർമലായി വന്ന് പിന്നെ റിലാപ്സ് വരാതിരിക്കാനാണ് നമ്മുടെ അടുത്തേക്ക് എന്ത് വിടാം, കൗൺസിലിംഗ് വിടാം. അതാണ് 2 ടൈപ്പ് ഓഫ് രീതി നമുക്ക് വരുള്ളൂ. യെസ്, അതാണ് ഡി അഡിക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്സ്റ്റൻസ് യൂസ് വരുമ്പോൾ ഉള്ള ഒരു സൈക്കോളജിന്റെ റോൾ. അവിടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒന്ന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള സ്റ്റേജിൽ, പിന്നെ എൻഡില് റിലാപ്സ് പ്രിവെൻഷൻ. നമുക്ക് ഈ 2 ഏരിയ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഏരിയാസ് നമുക്ക് കൈകടത്താനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. കാരണം അവർ വളരെ വയലന്റ് ആയിരിക്കും. നമുക്കൊരിക്കലും നമ്മൾക്ക് മെഡിസിൻ എഴുതാനുള്ള റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൺട്രോളബിൾ ആയിരിക്കില്ല. യെസ്. പക്ഷെ ഈ റിലാപ്സ് പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏർലി ഇന്റർവെൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് എല്ലാ ടെക്നിക്കിലേക്കും പോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം, വരുന്ന ഒരു സെഷനിൽ എപ്പോഴെങ്കിലും അറേഞ്ച് ചെയ്യാം. മറ്റേ സിവിയർ കേസസിൽ ഇപ്പൊ ബസീ മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് റീഹാബിലിറ്റേഷനും ഡി അഡിക്ഷനും മാത്രമാണ് ആ സെന്റേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഇപ്പൊ റീസെന്റ് ഒരു കുട്ടി ന്യൂസ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കേരളത്തില് അമ്മയുടെ എന്തോ ക്രീം മാറ്റി വെച്ചു എന്ന് പറഞ്ഞ് അമ്മയുടെ തലയ്ക്ക് അടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു കേസ് നിങ്ങൾ ന്യൂസിൽ കണ്ടില്ലായിരുന്നോ? ശ്രദ്ധിച്ചില്ലായിരുന്നു? ഇടയ്ക്കുണ്ടായിരുന്നു. ആ കുട്ടി വളരെ പോലീസുകാരോട് ഫോട്ടോ എടുക്കുമ്പോ ക്യാമറാസ് കൊണ്ടുവരുന്ന സമയത്ത് പോലീസുകാരെ അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോ എന്നെ ഒന്ന് പിടിച്ച് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ട്, എന്നെ മാറ്റുന്നു, എടുക്കട്ടെ ഒരു ഫോട്ടോ എന്റെ ഫോട്ടോ എടുക്ക് എന്നൊക്കെ പറഞ്ഞ് വയലന്റ് ആയിട്ടാണ് ആ കുട്ടി നിൽക്കുന്നത്. മീൻസ് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. ചെറിയ പെൺകൊച്ചാണ്, ഒരു 17, 16, 17 വയസ്സ് അത്ര ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനത്തെ കേസസിലൊന്നും നമ്മൾ പോയിട്ട് പറയാനിരുന്നു കഴിഞ്ഞാൽ അവര് കേൾക്കൂല, ഈ കൗൺസിലിംഗിൽ ഇരിക്കൂല. ഏർലി സ്റ്റേജിലും റിലാപ്സ് പ്രിവെൻഷൻ സ്റ്റേജിലും നമുക്ക് റോൾ എടുക്കാം. ഓക്കെ.
യെസ്, താങ്ക് യു എസി മാം ഒരു കേസ് ഷെയർ ചെയ്തതിന്. അപ്പൊ ഇങ്ങനത്തെ ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ പിന്നെ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി നോക്കിയിട്ട് കാര്യമില്ല. ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കേസ് ആയതുകൊണ്ട് അവിടുന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈവൻ നമ്മുടെ അതെ അതെ അടുത്തേക്ക് അതെ വരുവാണെങ്കിൽ പോലും, പേഴ്സണലി വരാണെങ്കിൽ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. കാരണം അത് വലിയൊരു മാറ്റർ ആണ്. നമ്മൾ ചെയ്യാൻ പറ്റില്ല. പിന്നീട് എന്തെങ്കിലും കേസിൽ ആ കുട്ടി സൂയിസൈഡ് ചെയ്യുകയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെതിരെ ലീഗൽ ഇഷ്യൂ വരും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അതാത് അതോറിറ്റീസ് ആയിട്ട് അറിയിച്ച് പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരും. ഓക്കെ. മാം ഒരു മിനിറ്റ് ഇതിൽ നിന്നിട്ട് പോയ ഒരാള് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരാളാണ്. അയാൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി ഏകദേശം എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് വിട്ടിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞിട്ട് അയാൾ സൂയിസൈഡ് ചെയ്തു അയാളുടെ വീട്ടിൽ വെച്ച്. പിന്നെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ലീഗൽ ഇഷ്യൂസ്, കാരണം ഇവിടുന്ന് റിപ്പോർട്ടൊക്കെ എടുക്കുമ്പോൾ അതെല്ലാം ഡോക്ടർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാറായതിനു ശേഷമാണ് വീട്ടിൽ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടതിന് ശേഷം ഞങ്ങൾ അറിഞ്ഞു 1 മന്തിനകത്ത് അയാൾ സൂയിസൈഡ് ചെയ്യുന്നു. കാരണം ഒരിക്കൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആളാണ്. അങ്ങനെയാണ് പിന്നെ അവിടെ കൊണ്ടുവരുന്നതും പിന്നെ ഡ്രഗ്സിലോട്ട് പോയി അങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്നത്. ഇവിടെ പിന്നെ ഡോക്ടർ ആയതുകൊണ്ട് പിന്നെ എല്ലാം സൈക്കാട്രി ആയതുകൊണ്ട് എല്ലാം ഡോക്ടർ അങ്ങ് മാനേജ് ചെയ്തോളും. പിന്നെ എല്ലാം ഈ മാം പറഞ്ഞ പോലെ കാം ഡൗൺ ആയി കഴിഞ്ഞിട്ടേ ഉള്ളൂ കൗൺസിലിങ്ങിനും അങ്ങോട്ട് നമ്മള് വിടുന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഈ കൊണ്ടുവരുന്ന ഡോക്ടർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം ഞങ്ങൾക്ക് ക്ലാസ് വരും 11:30 വരെ. അപ്പൊ ആ ക്ലാസ് എടുക്കുന്ന ടൈമിലായിരിക്കും ഇങ്ങനത്തെ കേസുകളെല്ലാം ഒരുപാട് വരും. അപ്പൊ അവിടെ അറ്റൻഡ് ചെയ്യാൻ വേറെ ആളുണ്ട്, അവരങ്ങ് കൊണ്ടുപോയി റൂമിലാക്കും. അപ്പൊ പിന്നെ ഡോക്ടർ പോയി എല്ലാം ശരിയാക്കും. അങ്ങനെയാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നമ്മൾ കാണുമ്പോൾ ഈ പറയുന്ന പോലല്ല, ശരിക്കും നമ്മള് ബുദ്ധിമുട്ടാണ്. ലൈവായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, കാണും. അതെ 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 ലൈവായിട്ട് ഡി നമ്മൾ അഡിക്ഷൻ കാണും. സെന്ററിൽ വർക്ക് ചെയ്യുന്നത് കുറച്ചധികം റിസ്ക് ആൻഡ് ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. നമുക്ക് കുറച്ചും കൂടി ഒരു വിൽ പവറും നമുക്കിത് വേണം. കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കും, ശരിക്കും പറഞ്ഞാൽ ചെറിയ മക്കളാണ് ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും കുട്ടികളുടെ ഒരു സെക്ഷനിലൊക്കെ ഭയങ്കര വയലന്റ് കേസസ് ഉണ്ടാവും. റിസ്ക് ഉണ്ട് അതേപോലെ തന്നെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർ സെഡേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്താ പറയാ, അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട് പിന്നെയും പിന്നെയും അവർക്ക് ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷെ ഏർലി സ്റ്റേജിൽ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് ശരിക്കും പാരന്റ്സിന്റെയും അതേപോലെ ടീച്ചേഴ്സിന്റെയും സൈഡിൽ നിന്നൊക്കെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് ഉണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അവയർനെസ്സസ് കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പല സ്കൂളുകളിലും ഇല്ല ഈ ഒരു അവയർനെസ് ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴാണ് പ്രോപ്പറായിട്ട് നമുക്ക് തടയാൻ പറ്റും. പിന്നെ ഇത് ഇന്ന് ഒരു മിഠായി കിട്ടുന്ന ഒരു ലാഘവത്തിൽ എളുപ്പത്തിൽ എക്സസ് വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാ തരത്തിലുള്ള ഡ്രഗ്സ്, ആൽക്കഹോൾ മാത്രമല്ല ഡ്രഗ്സ് എല്ലാം ഇപ്പൊ എവിടെ വേണമെങ്കിലും കിട്ടാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. റീസെന്റ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ കുറച്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ട് പോയി. ഇവിടെ ഒരു പുഴയുണ്ട്, അവിടെ ഇരുന്നിട്ട് ഇവര് യൂസ് ചെയ്യായിരുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കണ്ടിട്ട് ആരോ റിപ്പോർട്ട് ചെയ്തു. പോലീസ് വന്ന് നോക്കിയപ്പോൾ ഇവര് സ്ഥിരം ഒരേ സമയത്ത് വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്തോണ്ട് ചെറിയ പിള്ളേരാണ്, +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. സോ ഇത് ഇവര് ഇങ്ങനെ എങ്ങോട്ട് പോണു എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല, ആരും അന്വേഷിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറെ പാരന്റിങ് ഇഷ്യൂസും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞ പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ കാണുന്നത്, ഇപ്പൊ ഇവിടെ ഒരു അടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് കണ്ടു. ചില കേസസിൽ കണ്ടിട്ടുള്ളതാണ്. എന്റെ സെന്ററിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പയ്യൻ, അവൻ ഭയങ്കര എന്താ പറയാ, നമ്മളൊരു അവനാണ് ഡോണിന്റെ ഒരു ഭാവമൊക്കെയാണ്. +2 ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അവനിങ്ങനെ ഒരിക്കൽ അവിടെ ടീച്ചറിനോട് തട്ടിക്കേറി. ഞാൻ പാരന്റ്സിനെ വിളിച്ച് സംസാരിച്ച് ഒരു തവണയും കൂടി അവസരം കൊടുത്തു. പിന്നെ ഇവൻ തട്ടിക്കേറി. ഇപ്പോഴല്ല കേട്ടോ, അത് കുറച്ചൊരു 2-3 ഇയേഴ്സ് മുന്നേ ആണ് തട്ടിക്കേറി. അപ്പൊ എനിക്കിത് ഇനി ശരിയാവില്ല, കാരണം ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യുന്ന സംസാരമൊക്കെ ആയിരുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചു, പാരന്റ്സിനെ വിളിച്ച് തട്ടി. ഇവൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ അന്വേഷിച്ച സമയത്ത് ഇവൻ ഓൾറെഡി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. പാരന്റിനെ വിളിച്ചു പറയുമ്പോൾ ഒരു ഇതുമില്ല പാരന്റിന്. പാരന്റിനോട് ഇങ്ങനെ പറയുമ്പോൾ ആണോ, അതെയോ, ശരി, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്തോ ആയിക്കോട്ടെ, അവൻ ഇത്രയും വലുതായില്ലേ, ഞാൻ ഇനി എന്ത് പറയാനാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പാരന്റിങ് പോയാലും പ്രശ്നമാണ്. 17 വയസ്സായ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ പാരന്റ്സിന് റോൾ ഇല്ല എന്നാണോ? ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ അവരുടെ വഴിക്ക് അങ്ങ് വിടണം എന്നാണോ? നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റില്ല, പക്ഷെ പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ. രണ്ട് രീതിയിലുള്ള പാരന്റിങ് പ്രശ്നമാണ്. ഭയങ്കര സ്ട്രിക്റ്റും അതേപോലെ ഇതേപോലെ നെഗ്ലെക്ട്ഫുൾ ആയിട്ടുള്ള പാരന്റിങ് ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്കൊന്നും പറയാനില്ല. മേ ബി മടുത്തം കൊണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു. ഞാൻ സ്കൂളില് ടീച്ചർ എന്നിട്ട്
എനിക്ക് വളരെ പരിചയമുള്ള ടീച്ചറാണ്, അവന്റെ ക്ലാസ് ടീച്ചർ. അപ്പൊ ഞാനിങ്ങനെ വിട്ടു. അപ്പൊ പറഞ്ഞു, ഇവന് ഇവിടെ പ്രശ്നമാണ്, ഇവിടുത്തെ ടീച്ചേഴ്സ് ഇവനെ കൊണ്ട് മടുത്തിരിക്കുക, പാരന്റ്സിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവനെ അവന്റെ വഴിക്ക് വിട്ടിരിക്കുകയാണ്, കാശ് ഉണ്ടല്ലോ എന്ത് വേണമെങ്കിലും ആവാന്നുള്ള മട്ടാണ് അവർക്ക്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു പാരന്റിങ്ങും പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പിന്നെ കുറെ കുട്ടികളുടെ ട്രോമാസ് ഒരു ഫാക്ടർ ആവാം, പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് കിട്ടായ്മ, അക്കാദമിക് പ്രഷർ, കമ്പാരിസൺസ്, പെർഫെക്ഷനിസം, പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ, സോഷ്യൽ മീഡിയ. ഇത് ഭയങ്കര ഒരു റോൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിഗ്മയുണ്ട് ഉറപ്പായിട്ടും. കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഇതൊക്കെ പുറത്ത് പറഞ്ഞ കൗൺസിലിംഗ് എടുക്കുന്നത് ശരിയല്ല. ആദ്യമൊക്കെ കാണുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നറിയോ, പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക. ഈ പറഞ്ഞില്ലേ സിവിയർ ആയിട്ട് വരുന്നു എന്നുള്ളത്, ഈ സിവിയർ ആയിട്ട് വരുന്ന ഒരു കാരണം സ്റ്റിഗ്മയാണ്. ഇവർ കണ്ടിട്ടുണ്ടാവും 1-2 അതെ അതെ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവർ തല്ലി ഒതുക്കാൻ നോക്കും, ചീത്ത പറഞ്ഞ് ഒതുക്കാൻ നോക്കും. അങ്ങ് കൈവിട്ട് പോകുമ്പോഴാണ് ഇവര് ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു സ്റ്റിഗ്മ കൊണ്ട് ഇത് പുറത്തറിഞ്ഞ നാണക്കേടിലെ പുറത്തറിയാതിരിക്കും ഇവർ മാക്സിമം കൺട്രോൾ ചെയ്യും. പക്ഷെ കുട്ടികൾ സിവിയർ കേസിൽ എത്തുമ്പോഴാണ് പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു സബ്സ്റ്റൻസ് യൂസ് അഡിക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരുപാട് സമയമായി, നമുക്ക് പതുക്കെ എൻഡ് ചെയ്യാം. ഇപ്പൊ ഒരു ബേസിക് ഐഡിയ, ബേസിക് അവയർനെസ് ആണ് നമ്മൾ പോയിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളും ഇതൊക്കെയാണ്. ഓക്കെ, ഇൻ കേസ് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, മാം ഇതിന്റെ PPT ഒന്ന് ഷെയർ ചെയ്യുമോ? ഷെയർ ചെയ്യും, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ റെക്കോർഡിംഗ് PPT ഒന്നിച്ച് ഷെയർ ചെയ്യും. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ആൾ. ഗുഡ് Thank നൈറ്റ്. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ഓക്കെ, ma'am. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. Bye.